എന്റെ പേര് അജയ്. ഗുഡ് ഈവനിങ്. എന്റെ പേര് അജയ്. സോ നമ്മൾ ഇന്ന് എന്താ നമ്മുടെ IIT ജാം എന്താണ്, CUT എന്താണ്, അല്ലെങ്കിൽ നമുക്ക് ഈ BSc പഠിച്ചതിന് ശേഷം നമ്മള് ഇനി എങ്ങോട്ടേക്ക് തിരിയണം, എവിടെ നമ്മള് MSc ചെയ്യണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് കുറച്ച് ധാരണ ഉണ്ടാക്കേണ്ടതുണ്ട്. അല്ലാണ്ട് നമ്മൾ വെറുതെ BSc കഴിയുന്നു, നാട്ടിൽ തന്നെ BSc കഴിയുന്നു, നാട്ടിലത്തെ ഒരു കോളേജിൽ തന്നെ MScയും കഴിയുന്നു, അവിടെ തന്നെ നിന്ന് 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 നമ്മള് എന്താ പറയാ, പുറത്തുള്ള ലോകങ്ങൾ കാണാണ്ടെക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. സോ അത് മാറണം. ഓക്കെ, അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെറേന്റെ നേതൃത്വത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓറിയന്റേഷൻ ക്ലാസ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഓക്കെ. സോ ഓക്കെ സോ ഞാൻ PPT ഓപ്പൺ ചെയ്യാം. സോ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് സംസാരിക്കാം. സോ നമ്മൾ IIT ജാം എന്താണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ പറയും. പിന്നെ അതുപോലെ തന്നെ എങ്ങനെയാണ് CUT എക്സാം, എങ്ങനെയാണ് കുറച്ച് CUT IIT ജാം മാത്രമാണോ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുന്ന എക്സാം? അല്ല, GAT-B പറയുന്ന ഒരു എക്സാം അടക്കം നമുക്ക് മുന്നിൽ MScയുടെ വാതിൽ തുറക്കുന്ന ചില എക്സാമുകളാണ്. സോ അത്തരം ചില എക്സാമുകളെ പറ്റിയിട്ടും അതിന്റെ സിലബസും, അല്ലെങ്കിൽ നമുക്ക് ഈ 2026 വരുന്ന ഈ CUT എക്സാം അല്ലെങ്കിൽ IIT ജാം എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്യാമെന്നുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യം നമ്മൾ IIT ജാം എന്താണെന്നാണ് ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. പിന്നീട് CUT GAT-B എങ്ങനെയാണെന്ന് പറയും. പിന്നീട് എന്താ പറയാ, നമ്മുടെ സിലബസിലേക്ക് നമുക്ക് പോവാം. സോ IIT ജാം എന്ന് വെച്ച് കഴിഞ്ഞാല്, ജാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയിന്റ് അഡ്മിഷൻ ടെസ്റ്റ് ഫോർ MSc ആണ്. സോ IIT-കളിലേക്കുള്ള MSc നമുക്ക് പഠിക്കണമെങ്കിൽ നമ്മൾ വെറുതെ നമ്മുടെ മാർക്ക് വെച്ചിട്ട് നമ്മുടെ അലോട്ട്മെന്റ് പോലെ അപ്ലൈ ചെയ്യലല്ല, നമ്മളൊരു എക്സാം എഴുതി പാസ്സാവണം. സോ ആ എക്സാമിന്റെ പേരാണ് IIT ജാം എന്ന് പറയുന്ന എക്സാം. ഓക്കെ, സോ അങ്ങനെ IIT ജാം നമ്മൾ എക്സാം എഴുതി മക്കളെ. IIT ജാം എക്സാം നമ്മൾ എഴുതിയിട്ട് നമ്മൾ പാസ്സായി എന്ന് വിചാരിച്ചോ. ഓക്കെ, നമുക്ക് നല്ല സ്കോർ കിട്ടി, നല്ല റാങ്ക് ഒക്കെ കിട്ടി. അങ്ങനെ റാങ്ക് ഒക്കെ കിട്ടി നമ്മൾ പാസ്സായതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം? MScക്ക് വേണ്ടിയിട്ട് നമുക്ക് എവിടെ അപ്ലൈ ചെയ്യാം? IIT നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ചോദിക്കും, IIT മാത്രമേ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്ന് നിങ്ങൾക്ക് സംശയം വരാം. IIT മാത്രല്ല, IISc നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, ബാംഗ്ലൂര്. IISc നമുക്ക് MScക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. MSc ബയോളജി മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ ബയോളജിയിൽ പലതരത്തിലുള്ള കാറ്റഗറി, അല്ലെങ്കിൽ പലതരത്തിലുള്ള ബയോളജിയുടെ ഉള്ളിൽ തന്നെ, അല്ലെങ്കിൽ ലൈഫ് സയൻസിനുള്ളിൽ തന്നെ പലതരത്തിലുള്ള എന്തുണ്ട്, ഡിവിഷൻസ് അവിടെയുണ്ട്. ന്യൂറോളജി ഉണ്ട്, പ്ലാന്റ് ബയോളജി ഉണ്ട്, ഡെവലപ്മെന്റൽ ബയോളജി ഉണ്ട്, ക്യാൻസർ ബയോളജി ഉണ്ട്. അങ്ങനെ IISc-നുള്ളിൽ തന്നെ പലതരത്തിലുള്ള ലൈഫ് സയൻസിന്റെ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അവിടെയൊക്കെ അവർ MSc കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മളൊരു IIT MSc പഠിക്കുന്ന സമയത്ത് ഇവിടെ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥികൾ ഉണ്ടാവും, തേർഡ് ഇയർ വിദ്യാർത്ഥികൾ ഉണ്ടാവും. സോ നിങ്ങൾക്ക് ഈ MSc പഠിക്കുന്ന സമയത്ത്, സോറി, BSc പഠിച്ചുകൊണ്ടിരിക്കുന്ന സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഈ എക്സാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഇത് ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ IIT-കളിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി പറ്റും. IIT മദ്രാസ്, IIT കാൺപൂർ കേട്ടിട്ടുണ്ടാവും അല്ലെ? IIT-കളിൽ നമുക്ക് അഡ്മിഷൻ കിട്ടും. ഓക്കെ, IIT മാത്രമാണ് നമ്മൾ വിചാരിച്ചില്ല. പേര് കേൾക്കുമ്പോൾ IIT ജാം, അപ്പൊ IIT-യിലേക്ക് മാത്രമുള്ള എക്സാം ആണെന്ന് വിചാരിക്കും. പക്ഷേ ഇത് IIT-യിലേക്ക് മാത്രമുള്ളതല്ല. ഒരു എക്സ്ട്രാ സാധനം പിടിച്ചോ, എന്താ? നമ്മുടെ IASc-യിലേക്ക് നമുക്ക് ഈ പരീക്ഷയുടെ മാർക്ക് വെച്ചിട്ട് നമുക്ക് MScക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ IAScയും IIT-യും മാത്രമാണോ അടുത്ത ക്വസ്റ്റ്യൻ മാർക്ക്? അല്ല, NIT-കളില് നമുക്ക് IIT ജാമിന്റെ സ്കോർ വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ IIT-കളിലും IASc-കളിലും NIT-കളിലും മാത്രമാണോ ഓപ്ഷൻ വരുന്നത്? അല്ല, എവിടേക്ക്? ഐസറുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഐസർ ഭോപ്പാൽ, ഐസർ പൂനെ, ഐസർ തിരുപ്പതി, അങ്ങനെ പല ഐസറുകളുണ്ട്. ഓക്കെ, സോ ഐസറുകളിലേക്കുള്ള എന്താ പറയാ, MSc പഠനത്തിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? IIT ജാമിന്റെ എക്സാമിന്റെ സ്കോർ വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഈ IIT ജാം എന്ന് പറയുന്നത് IIT-കളിലേക്ക് മാത്രമല്ല, മറിച്ച് നാഷണൽ ലെവലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള IIT, NIT, IAC, ഐസറുകളിലേക്ക് നമുക്ക് ഈ എക്സാം ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓപ്ഷൻ വളരെ ചെറുതാണ്, നിങ്ങൾ ഒരിക്കലും വിചാരിക്കണ്ട. ഓക്കെ, IIT
പറയുന്ന ഓപ്ഷൻസ് ചെറുതൊന്നല്ല. എത്ര ഐസറുകളുണ്ട്? ഓക്കെ, ഒരു IISc ഉള്ളൂ, NIT ഉണ്ട്, ഏകദേശം 7-8 ഐസറുകളുണ്ട്, IIT ഏകദേശം അത്ര തന്നെയുണ്ട്. സോ ഇതിൽ ഒരുപാട് അവസരങ്ങൾ തുറന്നു വെക്കുകയാണ്. സോ ഒരു ഓൾ ഇന്ത്യ ലെവലിൽ വരുന്ന ഒരു എക്സാം ആണ് നമ്മുടെ ജാം എക്സാം എന്ന് പറയുന്നത്. സോ അത് നമ്മൾ ആ ഒരു കടമ്പ ആ ഒരു കടമ്പ നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞാല് സുഖത്തിൽ നമുക്ക് നല്ലൊരു സ്ഥലത്ത് അഡ്മിഷൻ കിട്ടും. ഓക്കെ, സോ നമ്മൾ ആദ്യം എങ്ങനെയാണ് എക്സാം പാറ്റേൺ നമുക്ക് നോക്കാം. ഓക്കെ, ഒരു ഒന്നാമത്തെ കാര്യം ഞാൻ ഇവിടെ പറഞ്ഞു വെക്കുന്ന മക്കളെ, ആ, നിങ്ങളെ ബോട്ടണി പഠിച്ചവരുണ്ടാവും അല്ലെ? ബോട്ടണി പഠിക്കുന്നവരുണ്ടാവും. ഞാൻ ബോട്ടണിയാണ്, എനിക്ക് പ്ലാന്റ്സിന് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഞാൻ ബോട്ടണി പഠിച്ചു. നിങ്ങൾ ബോട്ടണി പഠിക്കുന്നവരുണ്ടാവും. നിങ്ങൾ സുവോളജി പഠിക്കുന്നവരുണ്ടാവും. ഓക്കെ, ഞാനൊരു കോമൺ ആയിട്ടുള്ള രണ്ട് ടോപ്പിക് പറയാം. നിങ്ങൾ രണ്ടുപേര് പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളൊന്ന് പറഞ്ഞ് കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഓക്കെ, എന്താ പറയാ, ഗ്ലൈക്കോളിസിസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഒന്ന് കമന്റ് ബോക്സിൽ നിങ്ങളൊന്ന് പറഞ്ഞേ, ഗ്ലൈക്കോളിസിസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ അല്ലെങ്കിൽ പഠിച്ചിട്ട് ഇപ്പൊ സെക്കൻഡ് ഇയർ ആണ്, ഒരു പക്ഷേ നിങ്ങളുടെ ബയോകെമിസ്ട്രിയിൽ തേർഡ് ഇയർ ഒക്കെ ആയിരിക്കും വരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഗ്ലൈക്കോളിസിസ് ഈ പറയുന്ന സുവോളജി പഠിച്ചവര് പഠിച്ചിട്ടുണ്ടോ? ഗ്ലൈക്കോളിസിസ് പഠിച്ചു? നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേ. വെറുതെ മിണ്ടാതിരിക്കില്ല, നമുക്ക് ഇന്ററാക്ട് ചെയ്തിട്ട് വേണ്ടേ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഗ്ലൈക്കോളിസിസ് പഠിച്ചവരുണ്ടോ? ബോട്ടണി പഠിച്ചവരും അല്ലെ, ദേവി, അമേഘ, ഇവരൊക്കെ എന്താണ് ബോട്ടണി പഠിച്ചവർ മാത്രാണോ? ഈ ഗ്ലൈക്കോളിസ് പഠിച്ചതില് ബോട്ടണി പഠിച്ചവർ മാത്രാണോ? അല്ല, സുവോളജി പഠിച്ചവരും അവർക്ക് എന്തുണ്ട്, ഗ്ലൈക്കോളിസ് പഠിക്കാനുണ്ടായിട്ടുണ്ട്. മൈക്രോബയോളജി പഠിച്ചവർക്കും ഓക്കെ, അവർക്കും എന്ത് പഠിക്കാനുണ്ട്? ഗ്ലൈക്കോൾസ്, അതാ സുവോളജി. ഓക്കെ, സോ സുവോളജി പഠിച്ചവർക്കും ഗ്ലൈക്കോൾസ് പഠിക്കാനുണ്ട്. സോ നമ്മൾ ബയോളജി അല്ലെ, നമ്മള് 10ാം ക്ലാസ് വരെ ബയോളജി പറയുന്ന ഒറ്റ ഒരാളായിരുന്നു നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. +1ലേക്ക് എത്തുന്ന സമയത്ത് അതിനെ സുവോളജിയും ബോട്ടണിയും നിന്ന് തിരിച്ചു. ഓക്കെ, ഇനി ഡിഗ്രിയിലേക്ക് വരുന്ന സമയത്തോ മൈക്രോബയോളജി, ബയോടെക്നോളജി, സുവോളജി, ബോട്ടണി, വൈൽഡ് ലൈഫ് സയൻസ് കഴിഞ്ഞു. ഓക്കെ, ഇങ്ങനെ കഴിഞ്ഞില്ല, ഇനിയുണ്ടോ പറയാൻ. സോ അങ്ങനെ പലതരത്തിലുള്ള ഓപ്ഷൻ ആയിട്ട് മാറ്റിയിട്ടുണ്ട് അല്ലേ? പക്ഷേ ബേസിക് ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാത്തിന്റെ ഉള്ളിൽ സെയിം ആയിരിക്കും. ബോട്ടണിക്കാർ കുറച്ചധികം പ്ലാന്റ് ഫോട്ടോസിന്തസിസ്, എന്താ പറയാ, ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ കുറച്ച് ടാക്സോണമി, ഫ്ലവറിങ്ങിനെ പറ്റിയിട്ടൊക്കെ ബോട്ടണിക്കാർ പഠിക്കും. ഓക്കെ, സുവോളജി എടുത്തവർ എന്ത് ചെയ്യും? കുറച്ച് ആനിമൽ ഫിസിയോളജി, റെസ്പിറേഷൻ, സർക്കുലേഷൻ, റീപ്രൊഡക്ഷൻ, എക്സ്ക്രീഷൻ, കുറച്ച് എന്താ പറയാ, കുറച്ച് ആനിമൽ ഫിസിയോളജി കൂടുതൽ പഠിക്കുന്നുണ്ടാവും. ബട്ട് ദ മോളിക്കുലാർ ലെവലിലേക്ക് വരുന്ന സമയത്ത് ഈ പറയുന്ന സുവോളജി ആയാലും ബോട്ടണി ആയി കഴിഞ്ഞാലും എല്ലാം എന്താണ്? ഒരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണ്. ആ മൾട്ടി സെല്ലിനുള്ളിൽ ഒരു സെല്ലിനുള്ളിൽ നടക്കുന്ന സിഗ്നലിംഗ് ആണ് നമ്മൾ പഠിക്കുന്നത്. പ്ലാന്റിൽ സിഗ്നലിംഗ് നമ്മൾ പഠിക്കുന്നുണ്ട്, ആനിമലിൽ സിഗ്നലിംഗ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, സെല്ലിന്റെ ഉള്ളിൽ മൈറ്റോകോൺട്രിയ ചെയ്യുന്ന ഫംഗ്ഷനുകൾ അതെന്താണ്? എനർജി ഹൗസ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതെന്ത്? പ്ലാന്റിലും മൈറ്റോകോൺട്രിയ എനർജി ഉണ്ടാക്കുന്നു. ഹ്യൂമൻ ബീങ്സിന്റെ സെല്ലിൽ, ഓക്കെ, ആനിമലിന്റെ സെല്ലിലും എന്ത് ചെയ്യുന്നു? മൈറ്റോകോൺട്രിയ എനർജി ഉണ്ടാക്കുന്നു. സോ സെയിം ആണ് നമ്മൾ പഠിക്കുന്നതിന്റെ ബേസ് പറയുന്നത്. ഈ പറയുന്ന ഏത് ടോപ്പിക് എടുക്കുന്ന ഒരാളും പഠിക്കുന്നത് സെയിം ആണ്. ഓക്കെ, സോ നമ്മള് എന്താ പറയാ, IIT ജാമിലേക്കാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, IIT ജാമിലേക്കാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോ ഇന്ന് പഠിച്ചിട്ട് നാളെ അടുത്ത മാർച്ചിൽ പോയിട്ട് പരീക്ഷ എഴുതാനൊന്നല്ല നമ്മൾ പറയുന്നത് അല്ലേ. നമ്മളെന്താ, ഒരു കൊല്ലം നീണ്ടു നിൽക്കുന്ന പ്രിപ്പറേഷൻ ആണ്. നമ്മളിപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമുക്ക് മാർച്ചിൽ ഒരു പരീക്ഷ വരുന്നു. മാർച്ചിൽ ഒരു പരീക്ഷ വരുന്നു. ആ പരീക്ഷയ്ക്ക് മുന്നേ നമുക്ക് ആ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യണമെന്ന് വിചാരിച്ചു. അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, ഓക്കെ, പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് കിട്ടാം. നമ്മുടെ ക്രാഷ് കോഴ്സിനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ബാച്ചിൽ തന്നെ ക്രാഷ് കോഴ്സിന് IIT ജാമിലും CVT-യിലും CSIR-ന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ബാച്ചിലടക്കം ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടികൾ ക്വാളിഫൈ ആയിട്ടുണ്ട്. സോ ക്രാഷ് ബാച്ചിൽ പോയിട്ട് നമ്മൾ ജോയിൻ ചെയ്തു. നമ്മൾ വർക്ക് എടുക്കണമെങ്കിൽ, പാസ് ആവണമെങ്കിൽ നമ്മൾ അത്രയും എഫേർട്ട് ആ ഒരു മാസം നമ്മൾ ഇടണം. നേരെ മറിച്ച് നമ്മളൊരു ലോങ് ടേം ആയിട്ടുള്ള ഒരു കോഴ്സിന് ചേരുന്നു. ഇപ്പോ ചേറെ ഇപ്പൊ നിങ്ങൾക്ക് മുന്നിൽ വെക്കുന്ന ഒരു ലോങ് ടേം 2026 ഫെബ്രുവരിയാണ് നമ്മൾ ടാർഗറ്റ്. ഫെബ്രുവരി ആദ്യത്തെ ആഴ്ചയാണ്, ആദ്യത്തെ വീക്കെൻഡ് ആണ് നമ്മുടെ ടാർഗറ്റ്. എന്നായിരിക്കുമല്ലോ നമ്മുടെ IIT ജാമ്യന്റെ പരീക്ഷ വരുന്നത്. അല്ലെങ്കിൽ മാർച്ചിലും ഏപ്രിലും നടക്കുന്ന CVT, JAT-B എക്സാമുകളായിരിക്കും നമ്മുടെ ടാർഗറ്റ്. നമ്മുടെ മുന്നിൽ എന്തുണ്ട്? സമയമുണ്ട് അല്ലെ? നമ്മുടെ മുന്നിൽ ഒരുപാട് സമയമുണ്ട്. ആ ഒരുപാട് സമയം നമ്മളിപ്പോ ഒരു മാസം കൊണ്ടാണെങ്കിൽ നമ്മളൊരു 8 മണിക്കൂർ ദിവസം പഠിക്കുന്നു വിചാരിച്ചോ. പ്രാക്ടീസ് ചെയ്യുന്നു, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നു, പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നു, വായിച്ചത് റിവൈസ് ചെയ്യുന്നു, പുതിയ ടോപ്പിക്കുകളൊക്കെ നമ്മൾ നോക്കുന്നു. ഏകദേശം ഒരു 6 to 8 മണിക്കൂർ വേണ്ടി വരും. ബട്ട്
ഒരു കൊല്ലം മുന്നെയാണ് ആ പ്രശ്നം തുടങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് ദിവസം വെറും ഒരു മണിക്കൂർ 1.5 മണിക്കൂർ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാലേ പുഷ്പം പോലെ നിഷ്പ്രയാസം നിങ്ങൾക്ക് പാസ്സാവാൻ വേണ്ടി പറ്റും. അതിൽ യാതൊരുവിധ സംശയമില്ല. ഇപ്രാവശ്യത്തെ IIT ജാമിന്റെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ കണ്ടോ, ഇത്രയും കഷ്ടപ്പെട്ട കുട്ടികളായിരുന്നു നമ്മുടെ ബാച്ചിൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത്. ആ ഒരു കൊല്ലത്തോളം തന്നെ എന്താ പറയാ, അവസാനത്തെ റിവിഷൻ ഒക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ ക്വസ്റ്റ്യൻ പറയുന്നു. ആ ഒരു ക്വസ്റ്റ്യനിലൂടെ തന്നെ നമ്മൾ ഏകദേശം 3-4 പ്രാവശ്യം ആ ക്വസ്റ്റ്യനിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ആ ക്വസ്റ്റ്യൻ പറഞ്ഞ് അത് അവർ പിന്നെ ആ ക്വസ്റ്റ്യൻ ചെയ്ത് ഇത്രയും തറവായിട്ടുണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യൻ ഈ ഭാഗത്ത് നിന്നാണ്, ആ ഒരു ക്വസ്റ്റ്യൻ ആ ഭാഗത്ത് നിന്നാണ്, അവരെങ്ങനെയാണ് ട്രിക്കി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ എന്താണ് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്താണ് നമുക്ക് കിട്ടുന്നത്. സോ നമ്മളൊരു ലോങ് ടേം ആയിട്ട് അല്ലെങ്കിൽ ഒരു കൊല്ലം നീണ്ടു നിൽക്കുന്ന ആ ഒരു കോഴ്സിങ് നമ്മൾ ദിവസം 1 മണിക്കൂർ 1.5 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാല് നിങ്ങളെ കൊണ്ട് പഠിപ്പിക്കും. കാരണം നിങ്ങൾക്ക് കുറച്ച് എന്താ പറയാ, ഹെക്ടിക് ആയിട്ട് ക്ലാസ് തരുന്നതോ അല്ലെങ്കിൽ ഇത്ര ക്ലാസ്സുകൾ ഇത്ര ദിവസം കൊണ്ട് കണ്ടു തീർക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഹെക്ടിക് ആയിട്ട് തീർക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ടൈം ഉണ്ട് നമ്മുടെ മുന്നിൽ. റിലാക്സ് ചെയ്ത് പഠിച്ച് നല്ലോണം ഉറങ്ങി, റിലാക്സ് ചെയ്ത് പഠിച്ച് നല്ലോണം ഉറങ്ങി, ഭക്ഷണമൊക്കെ കഴിച്ച് ഓക്കെ, അങ്ങനെ മെല്ലെ മെല്ലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ 1 മന്തിനകത്തെ കോഴ്സ് നമുക്ക് പോകുന്നത്. ഓക്കെ, സോ IIT ജാമിന്റെ കാര്യം ഞാൻ പറയാനുള്ള കാര്യം, നമ്മുടെ ഈ പാറ്റേൺ ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞില്ലേ, ബോട്ടണി സുവോളജി ആയി കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ എന്താണ് സിമിലർ ആണ്. ബയോ കെമിസ്ട്രി എനക്കും പഠിക്കാനുണ്ട്, നിങ്ങൾക്കും പഠിക്കാനുണ്ട് അല്ലേ? ഇനി ബയോഫിസിക്സ് എടുക്കാം. ഓക്കെ, ബയോഫിസിക്സ് എടുത്തു കഴിഞ്ഞാല് എന്താ പറയാ, ഇൻസ്ട്രുമെന്റലിന്റെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആർക്കും പഠിക്കാനുണ്ട്. മൈക്രോബയോളജിയും ബയോടെക്നോളജി എടുത്തവർക്കും എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കാനുണ്ട്. സോ നമ്മളിപ്പോ ഇവിടെ എന്താ പറയാ, IIT ജാമിന്റെ ലെവലിൽ നിങ്ങൾ പഠിച്ചു എന്ന് വിചാരിച്ചു. IIT ജാമിന്റെ ലെവലിൽ നിങ്ങൾ പഠിച്ചു. IIT ജാം ഇപ്പൊ ഇവിടെയാണെങ്കിൽ എന്താ പറയാ, അതിന്റെ കുറച്ചും കൂടി എക്സാം എളുപ്പമായിരിക്കും CUETന്റെ എക്സാം. ഓക്കെ, എന്താ CUET എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് വേണ്ടിയിട്ടുള്ള എക്സാം ആണ് CUET എക്സാം. ഓക്കെ, എന്താ പറയാ, പഞ്ചാബ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, അതേപോലെ തന്നെ എന്താ പറയാ, ഡൽഹി യൂണിവേഴ്സിറ്റി ഉണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റി ഒക്കെ ഇപ്പോൾ CUETന്റെ അണ്ടറിൽ വന്നു. സോ ഇത്തരത്തിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എക്സാം ആണ് ആര്, ഈ പറയുന്ന CUET. ഓക്കെ, CUET എക്സാമും IIT ജാമിനെ കാട്ടി എന്താണ്, കുറച്ച് എളുപ്പമാണ്. ഓക്കെ, അത് നമുക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. IIT ജാമാണ് കുറച്ചും കൂടി നമുക്ക് ചെയ്യാനുള്ളത്, കുറച്ച് എഫേർട്ട് ഇടാനുള്ളത്. IIT ജാമിന്റെ എഫേർട്ട് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ മക്കളെ, CUETക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല റാങ്ക് കിട്ടും. പണ്ട് നമ്മളെ കൂടെ പഠിച്ചിട്ടുള്ള എനിക്ക് പേര് മറന്നുപോയി, നമ്മുടെ ഫസ്റ്റ് ബാച്ചിൽ ഉണ്ടായിട്ടുള്ള പല കുട്ടികൾക്കും 1-ാം റാങ്കും 2-ാം റാങ്കും 3-ാം റാങ്കും കിട്ടിയ കുട്ടികളുണ്ട്. കീർത്തന പോലെയുള്ള കുട്ടികൾ ഇപ്പോഴും ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ, എന്താ പറയുക, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ 2-ാം റാങ്ക് ആയിരുന്നു കീർത്തന പറയുന്ന കുട്ടി. സോ അവരിപ്പോഴും നമ്മളോട് എന്താ പറയാ കണക്ഷൻ ആയിട്ടുണ്ട്. അതായത് അവർ അത്രയും നമ്മളൊരു ഫാമിലി പോലെ പഠിച്ചതായിരുന്നു. അല്ലാണ്ട് നമ്മൾക്ക് വെറുതെ കുറച്ച് മെറ്റീരിയൽസ് തരുന്നു, കുറച്ച് ക്ലാസ് തരുന്നു, അങ്ങനെയല്ല. നേരെ മറിച്ച് സെറ എന്ന് പറയുന്നത് നമ്മൾ ഒന്നിച്ചിരുന്ന് പഠിക്കലാണ്. ഓക്കെ, അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ഞാൻ ഉത്തരം പറയുന്നു, അവർ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ഞാൻ വീണ്ടും ഒരു ഉത്തരം പറയുന്നു. സോ എന്താ പറയാ, നല്ല ഇന്ററാക്ടിങ് ആയിട്ടാണ് നമ്മൾ കഴിഞ്ഞ ബാച്ചുകളൊക്കെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. സോ ഈ പറയുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ അതിന് മുന്നത്തെ പ്രാവശ്യത്തെ റാങ്കുകൾ എടുത്തു കഴിഞ്ഞാല് അതിലൊക്കെയും സെറേന്റെ കുട്ടികളുണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ്, നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറ്റും എന്തൊക്കെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ അച്ചീവ് ചെയ്തിട്ടുള്ളത്. സോ ഞാൻ ഇപ്പൊ പറയുന്ന IIT ജാമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ IIT ജാമും നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്, CUETയും കിട്ടാനുള്ള സാധ്യതയുണ്ട്, GATPയും കിട്ടാൻ സാധ്യതയുണ്ട്. സോ നമുക്ക് എക്സാം പാറ്റേണിലേക്ക് വരാം മക്കളെ. എക്സാം പാറ്റേണിലേക്ക് വരാം. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് നമ്മുടെ IIT ജാമിന്റെ എക്സാം എന്ന് പറയുന്നത്. സോ IIT ജാമിലേക്ക് വരുന്ന സമയത്ത് അവിടെ ബയോളജിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും, കെമിസ്ട്രിന്ന് കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഫിസിക്സ് എന്തുണ്ടാവും, കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അത് എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരാം. സോ ABC എന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, ഡിവൈഡ് ചെയ്തിട്ടുള്ളത് 3 സെക്ഷൻ ആയിട്ടാണുള്ളത്, ABC. സോ സെക്ഷൻ എയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ 30 MCQ ക്വസ്റ്റ്യൻ ഉണ്ടാവും.
30 MCQ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആ 30 MCQ ക്വസ്റ്റ്യനില് 10 എണ്ണത്തിന് എന്തായിരിക്കും 1 മാർക്കും, 20 ക്വസ്റ്റ്യൻസിന് ആദ്യത്തെ 10 ക്വസ്റ്റ്യന് 1 മാർക്കും, രണ്ടാമത്തെ 20 ക്വസ്റ്റ്യൻസിന് എന്തായിരിക്കും 2 മാർക്കും ആയിരിക്കും. സോ 40 + 10 എത്ര? ടോട്ടൽ 50 മാർക്ക്. അതാണ് സെക്ഷൻ എയിലുള്ള ക്വസ്റ്റ്യൻസ്. ഇനി സെക്ഷൻ ബിയിലേക്ക് വരുന്ന സമയത്ത് എന്താണ്? 10 MCQ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിനൊക്കെ എന്താണ് 2 മാർക്സ് വെച്ച് കിട്ടും. സെക്ഷൻ ബിയിലാണ് കൂടുതലും എന്താ പറയാ ഈ പറയുന്ന ടേബിൾ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ സാധ്യത. സോ ഒരു ടേബിൾ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ നിൽക്കണം, വാ 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 എന്ന് പറഞ്ഞ് നിൽക്കണം. കാരണം 4 എണ്ണം ഉണ്ടാകും, ഇപ്പുറവും 4 എണ്ണം ഇപ്പുറവും 4 എണ്ണം. നമുക്കിത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടിച്ചാൽ മതി, വെറുതെ കൂട്ടിമുട്ടിച്ചാ പോരാ. ഓക്കെ, ഒന്നറിയാം. ഓക്കെ, എ വരുന്നത് സി ആയിട്ടാണ് നമുക്കറിയാം. ഒരു പക്ഷേ നമ്മുടെ ഭാഗ്യത്തിന് സി വരുന്ന ഒരു ഓപ്ഷൻ താഴെ ഒന്നോ രണ്ടേ ഉണ്ടാവുള്ളൂ. സോ ഒരിക്കൽ ഞാൻ എപ്പോഴും എന്റെ കുട്ടിയോട് പറയുന്ന കാര്യം ഇതാണ്: മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാല് അവിടെ നമ്മൾ 2 മാർക്ക് സ്കോർ ചെയ്തിരിക്കണം. നിഷ്പ്രയാസം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അതിൽ 4 എണ്ണം മാച്ച് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിലും അതിൽ 2 എണ്ണം അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അതിൽ യാതൊരു സംശയമില്ല. ഇങ്ങനത്തെ ഒരു 2-3 മാച്ച് ദ ഫോളോയിങ് കിട്ടിക്കഴിഞ്ഞാൽ എത്ര? 6 മാർക്കായ. ഇനി ബാക്കിയുള്ള മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം? തിയറിയിൽ പിടിക്കാം, അല്ലെങ്കിൽ കുറച്ച് നാറ്റ് ക്വസ്റ്റ്യൻസിൽ പിടിക്കാം. ഓക്കെ, സെക്ഷൻ സിയിലേക്ക് വരാമേ. സെക്ഷൻ സിയിലേക്ക് വരുന്ന സമയത്ത് അവിടെ എന്താണ്? 20 നാറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നാറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അതായത് ഇവിടെ നെഗറ്റീവ് മാർക്കില്ല. ഓക്കെ, നാറ്റ് ക്വസ്റ്റ്യൻസിൽ എന്തില്ല മക്കളെ? നെഗറ്റീവ് മാർക്കില്ല. സോ അങ്ങനെ നെഗറ്റീവ് മാർക്കില്ല. സപ്പോസ് എന്താ പറയാ, ഗ്ലൈക്കോളിസിസ് നടന്നിട്ട്, ഓക്കെ, ഗ്ലൈക്കോളിസിസ് നടന്നിട്ട് എത്ര ATP പ്രൊഡ്യൂസ് ചെയ്യുന്നു? കാഷ് പറഞ്ഞു. ഉത്തരം അറിയുന്നവരെണ്ണം പറഞ്ഞു, അറിയുന്നുണ്ടെങ്കിൽ പറഞ്ഞു, കുഴപ്പമില്ല. ഗ്ലൈക്കോളിസിസ്, ഞാൻ പ്രീവിയസ് ഒരു ക്വസ്റ്റിനെ പറയുന്നത്, ഞാൻ വെറുതെ വായൊന്ന് ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കി പറഞ്ഞു തന്നില്ല. 2022 ഇതേ വേണം എടുത്ത് നോക്കാം. 2022 ബയോടെക്നോളജി എക്സാമിന് IIT ജാം എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു: എത്ര ATP ആണ് ഗ്ലൈക്കോളിസിസ് നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എന്റെ ഒരു ഡാഷ് ഇടും. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 1, 2, 3, 4, 30, 32, 38, 40, 50 എന്നൊക്കെ എഴുതാം. ഓക്കെ, എഴുതാം. ഇനി അത് എഴുതിയത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 2 മാർക്ക് കിട്ടും. തെറ്റാണെങ്കിലോ മൈനസ് ഇല്ല. ആർക്കും അറിയോ ഗ്ലൈക്കോളിസിസിൽ എത്ര ATP പ്രൊഡ്യൂസ് ചെയ്യുന്നു? അറിയാൻ കുഴപ്പമില്ല. അടുത്ത ക്ലാസ് സോറി, നിങ്ങൾ ഇത് കഴിഞ്ഞിട്ടൊന്ന് വെറുതെ ഒന്ന് പോയി നോക്കി ഗ്ലൈക്കോളിസിസിൽ എത്ര ATP പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഏത് സ്റ്റെപ്പിലാണ് ATP പ്രൊഡ്യൂസ് ചെയ്യുന്നത് അറിയോ? ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റിനെ എന്താക്കി മാറ്റുന്ന സമയത്ത്? 13 BPG ആക്കി മാറ്റുന്ന സമയത്ത്, ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റിനെ 13 BPG ആക്കുന്ന സമയത്ത് അവിടെ അവിടെ NADPHH+ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ തൊട്ട് താഴെയുള്ള സ്റ്റെപ്പില് 13 BPG 3PG ആവുന്ന സമയത്താണ് ATP പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കേൾക്കാത്തവർ പിടിച്ചോ. 13 BPG 3PG ആവുന്ന സമയത്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഈ ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഈ ഗ്ലൈക്കോൾസ് ഒക്കെ നമുക്ക് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കണ്ണും കൊണ്ട് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്, ഫോസ്ഫേറ്റ്, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, അങ്ങനെ നമ്മള് എന്താ പറയാ, ഞാന് ഈ സബ്ജക്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാനും എന്താ പറയാ, ഞാൻ എന്റെ BSc ഒക്കെ പഠിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് പഠിക്കുന്ന കൂട്ടത്തിലൊന്നും അല്ല ഞാനും ഉണ്ടായിരുന്നത്. ആ, ഹരിസാറിനെ അറിയാത്. ഓക്കെ, അങ്ങനെ നമ്മൾ ഭയങ്കരമായിട്ട് പഠിക്കുന്ന കൂട്ടത്തിലൊന്നും അല്ല ഉണ്ടായിരുന്നത്. നമ്മൾ ആ ഒരു പീരീഡ് കഴിഞ്ഞ് എന്താ പറയാ, നമ്മൾ പറയലേ ബോധോദയം എന്ന് പറയില്ലേ, അങ്ങനെ ആ ഒരു ബോധോദയം വന്ന സമയത്താണ് നമ്മൾ പഠിക്കാൻ വേണ്ടി തുടങ്ങിയത്. സോ ഇപ്പോഴും എന്താ പറയാ, ആവറേജ് ആയിട്ട് നിൽക്കുന്നതാണെങ്കിലോ ബിലോ ആവറേജ് ആണെങ്കിലോ അല്ല നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിലോ, മക്കളെ നിങ്ങൾ ഈ സബ്ജക്റ്റിനെ ഇഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇൻട്രസ്റ്റിംഗ് ആണെന്ന് മാത്രമല്ല, നമ്മൾ ഒരിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും നമ്മുടെ തലേന്ന് പോവില്ല. ഇപ്പൊ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഇങ്ങനെ വെറുതെ പറഞ്ഞാൽ, ഓക്കെ, അത് ഞാൻ ഇങ്ങനെ പറയുന്ന പോലെ നിങ്ങൾക്കും പറയാൻ വേണ്ടി പറ്റും. കഴിഞ്ഞ ബാച്ചിലുള്ള എല്ലാ കുട്ടികളോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, അവർക്കും പറയാൻ വേണ്ടി പറ്റും. നമ്മളെ എന്താ പറയാ, സബ്ജക്റ്റിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയാൽ മതി. കാരണം
അല്ലാണ്ട് വെറുതെ നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കുന്നു എന്നുള്ള ഒരു മൈൻഡ് വരികയാണെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, എക്സാം ടെൻഷൻ, ഓ എക്സാം പ്രഷർ, അയ്യോ എക്സാമിന്റെ ഡേറ്റ് വരലായി. എന്തിനാ അങ്ങനെ വേണ്ട ആവശ്യം? നമുക്കറിയാം നമ്മളെ ഭാഗത്ത് നിന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഓക്കെ, എക്സാം നടക്കുന്നു, നമുക്ക് കിട്ടുന്നു അല്ലെങ്കിൽ കിട്ടാതിരിക്കുന്നു, ദാറ്റ്സ് ഫൈൻ. നമ്മൾ എന്താ പറയാ, റിസൾട്ടിനെ ആലോചിച്ചിട്ട് നമ്മൾ കെയർ ചെയ്യേണ്ട ആവശ്യമില്ല, ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ എഫേർട്ട് ഇടുക, നമ്മുടെ മാക്സിമം ചെയ്യുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ നാറ്റ് എക്സാമിന്റെ കാര്യം, ഓക്കെ നാറ്റ് ക്വസ്റ്റിന്റെ കാര്യമാണ് പറഞ്ഞത്. സോ 20 നാറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിന് എന്താ പറയാ, 10 ക്വസ്റ്റ്യൻസ്. ഓക്കെ ഓക്കെ, അതിൽ 10 എന്തായിരിക്കും, ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ബാക്കി 10 എന്തായിരിക്കും, 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ ടോട്ടൽ നോക്കിയേ, 50, 20, 30, ടോട്ടൽ എത്ര, 100 മാർക്സിന്റെ എക്സാം ആണ് നമ്മുടെ IIT ജാമിന്റെ എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, സോ നെഗറ്റീവ് മാർക്ക് ഇപ്പൊ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു, അതിന് നെഗറ്റീവ് മാർക്ക് 1/3 ആയിരിക്കും. ഏകദേശം ഒരു 0.3 ഒക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, 1/3 മാർക്ക് ആയിരിക്കും സെക്ഷൻ എയിൽ നെഗറ്റീവ് മാർക്കായിട്ട് വരുന്നത്. ഇനി 2 മാർക്കിന്റെ ക്വസ്റ്റ്യനിലാണെങ്കിൽ ഏകദേശം 2/3 ആണ്, ഏകദേശം അല്ല, 2/3 മാർക്ക് ആയിരിക്കും എന്ത് ചെയ്യുക, അവര് കുറക്കുന്നത്. 2 മാർക്കാണെങ്കിൽ 2/3 മാർക്ക് എന്ത് ചെയ്യും, നെഗറ്റീവ് മാർക്കായിട്ട് പോകും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാറ്റ് ക്വസ്റ്റ്യൻസിന് ഒന്നും എന്തില്ല, നെഗറ്റീവ് മാർക്കില്ല. പിന്നെ വേറൊരു സംഭവം ഉണ്ട്, മൾട്ടിപ്പിൾ MSQ എന്ന് പറയും, മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസ്. അതായത് എന്താ പറയാ, ഒരു ക്വസ്റ്റ്യന് തന്നെ വേണമെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൻസേഴ്സ് ഉണ്ടാവാം. ഒരു ക്വസ്റ്റ്യന് 3 ആൻസേഴ്സ് ഉണ്ട് വിചാരിച്ചോ. ഒരു ക്വസ്റ്റ്യൻ ഓപ്ഷൻ A, B, C, D, 4 ഓപ്ഷൻ ഉണ്ട്. 4-ലെ 3 ഓപ്ഷനും ശരിയാണെന്ന് വിചാരിച്ചു, ഇതാണ് തെറ്റ്. അപ്പൊ നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യുന്നു, ഇത് മാത്രം ആദ്യത്തെ A യും B യും ആണ് എഴുതി കഴിഞ്ഞാൽ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. ഓക്കെ, A യും C യും ആണ് നിങ്ങൾ ഞെക്കിയിട്ടുണ്ടെങ്കിൽ എന്ത്, അതിന് മാർക്ക് കിട്ടില്ല. ഇനി 4 ഞെക്കിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. എപ്പോഴേ മാർക്ക് കിട്ടൂ, A, B, C എന്ന് മാത്രം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ മാർക്ക് കിട്ടൂ. അതാണ് മൾട്ടിപ്പിൾ സെലക്ട്. ഈ മൾട്ടിപ്പിൾ സെലക്ടിനും എന്തില്ല, നെഗറ്റീവ് മാർക്കില്ല. സോ ഞാൻ നേരത്തെ പറഞ്ഞ നാറ്റ് എക്സാം, സോറി, നാറ്റ് ക്വസ്റ്റ്യൻസിന്, അതായത് നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് ആൻസർ എഴുതേണ്ടത്, അതിന്, അതേപോലെ തന്നെ ഈ മൾട്ടിപ്പിൾ സെലക്ടിനൊന്നും എന്തില്ല, ഈ നെഗറ്റീവ് മാർക്കില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നെഗറ്റീവ് മാർക്ക് ഇല്ലല്ലോ, പേടിക്കാൻ, നമുക്ക് നഷ്ടപ്പെടാനൊന്നും ഇല്ലല്ലോ. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ ക്വസ്റ്റ്യൻ ധൈര്യത്തിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഈ എക്സാം എഴുതേണ്ട എലിജിബിലിറ്റി എന്താണ്, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബാച്ചിലേഴ്സ് ആണ്. ഓക്കെ, ദെൻ ഇതാണ് നമ്മുടെ IIT ജാറിന്റെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. ഏകദേശം ഇതേപോലെയുള്ള എക്സാം പാറ്റേൺ ആണ് ആർക്കുള്ളത്, CVT, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയും. നമ്മുടെ PG പഠിക്കാൻ വേണ്ടിയിട്ട്, എവിടെ പഠിക്കാൻ, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എക്സാം ആണ് CVT എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ GAT-B. ഓക്കെ, GAT-B എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ്, അത് ബയോടെക്നോളജി ആണ്. ഓക്കെ, CVT നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോട്ടണി പഠിക്കാം, അല്ലെങ്കിൽ സുവോളജി പഠിക്കാം, അല്ലെങ്കിൽ മെഡിക്കൽ ബയോളജി പഠിക്കാം, വൈൽഡ് ലൈഫ് സയൻസ് പഠിക്കാം. അതായത് പല ഓപ്ഷൻസ് ഉണ്ട്, അത്ര ഡൈവേഴ്സ് ആയിട്ടുള്ള ഓപ്ഷൻസ് CVT-യിലുണ്ട്. ഇനി GAT-B ആണെങ്കിലോ, GAT-B നിങ്ങൾക്ക് തിരുവനന്തപുരം RGCB നിങ്ങൾ കേട്ടിട്ടുണ്ടോ, രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി. അവിടെ എന്താ പറയാ, നമ്മുടെ കേരളത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് RGCB, പിന്നെ NIST പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരത്തുള്ളത്. സോ അങ്ങനെ കുറച്ച് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ കേരളത്തിലുണ്ടല്ലോ. സോ RGCBക്ക് എങ്കിലേ നമുക്ക് ഈ പറയുന്ന GAT-B എക്സാം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കേരളത്തിൽ തന്നെയാണ്, കേരളത്തിൽ നല്ലൊരു സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഓക്കെ MSc പഠിക്കണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, RGCB-യില് രാജീവ് ഗാന്ധി, കേൾക്കാത്തവര് വേണമെങ്കിൽ എഴുതിയെടുത്തോ, രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി അല്ലെങ്കിൽ RGCB ട്രിവാൻഡ്രം എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരും. ഇവിടെ നമുക്ക് പഠിക്കണമെങ്കിലും GAT-B എക്സാം ഉണ്ടെങ്കിൽ പറ്റും. ഓക്കെ, സോ CVT ആയി കഴിഞ്ഞാൽ മക്കളെ, ഈ പറഞ്ഞതിന്റെ ഉള്ളടക്കം ഇത്രയേ ഉള്ളൂ. CVT ആയാലും IIT ജാം ആയാലും GAT-B ആയി കഴിഞ്ഞാലും ഇതുപോലെ തന്നെ ഒരു ഫോറൻസിക്കിന്റെ ഒരു എക്സാം ഉണ്ട്. ഓക്കെ, ആ ഫോറൻസിക്കിന്റെ എക്സാം ആയി കഴിഞ്ഞാലും എല്ലാത്തിനും നമുക്ക് വേണ്ടുന്ന സാധനം എന്താണ്, കോമൺ ആയിട്ടുള്ള ബേസിക് ലൈഫ് സയൻസ് ആണ് വേണ്ടത്, ലൈഫ് സയൻസ് ടോപ്പിക്. സോ ആ കോമൺ ആയിട്ട് വരുന്ന ബേസിക് ലൈഫ് സയൻസ് ടോപ്പിക് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ഇതാ, IIT ജാമിന് പഠിച്ചു കഴിഞ്ഞാല് ബാക്കി എല്ലാത്തിനുമായി. കാരണം IIT ജാമിന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, അവിടെ നമ്മൾ കുറച്ച് ബോട്ടണി പഠിക്കും, അതിൽ കുറച്ച് സുവോളജി പഠിക്കും,
ആ, പിന്നെ ബാക്കി എല്ലാത്തിനും എന്തായി ഈ പറയുന്ന സാധനം ഉപകാരപ്പെടും. സോ ഇത് നേരത്തെ പറഞ്ഞ പോലെ ബയോളജി ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ഫിസിക്സും ഉണ്ട്. എനിക്ക് തോന്നുന്നു നാളെ നേരത്തെ ഞാൻ മാത്തമാറ്റിക്സ് പറഞ്ഞിട്ടില്ല, കുറച്ച് മാത്തമാറ്റിക്സ് ഉണ്ട്. ഏകദേശം 60% ക്വസ്റ്റ്യൻസ്, എന്താ പറയാ, ഈ പറയുന്ന പകുതിയിൽ കൂടുതലോളം ക്വസ്റ്റ്യൻസ് ബയോളജിന്നായിരിക്കും ഉണ്ടാവുക. പിന്നെ എന്താ പറയാ, നമ്മുടെ പുട്ടിന് തേങ്ങ ഇടുക എന്ന് പറയില്ലേ, പുട്ടിന് തേങ്ങ ഇടുന്ന പോലെ കുറച്ച് കെമിസ്ട്രി, കുറച്ച് മാത്തമാറ്റിക്സ്, കുറച്ച് ഫിസിക്സും ആണ് എവിടെയുള്ളത്, ആ ബയോടെക്നോളജിയിൽ IIT ജാം നടത്തുന്ന സമയത്ത് ഉണ്ടാവുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിൽ ആദ്യം ആലോചിക്കും, അയ്യോ ഈ പോരാത്തതിന് ഈ ബയോളജി പഠിക്കുന്നതിന്റെ കൂടെ തന്നെ ഈ നമ്മൾ ഈ റെക്കോർഡ് വരക്കേണ്ട സമയത്ത്, അല്ലെങ്കിൽ സെക്കൻഡ് ഇയറിൽ എക്സാം ഉണ്ടാകുന്ന സമയത്ത്, ജനുവരി ഫെബ്രുവരിയിൽ കലോത്സവം വരുന്ന സമയത്ത് നമ്മൾ ഈ കെമിസ്ട്രിയും ഫിസിക്സും മാത്തമാറ്റിക്സ് ഒക്കെ എങ്ങനെ പഠിക്കാന്നല്ലേ. സെറ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ബയോളജീന്റെ ക്ലാസ് മാത്രമൊന്നല്ല നിങ്ങൾക്ക് എടുത്തു തരാൻ വേണ്ടി പോകുന്നേ. മാത്തമാറ്റിക്സ് നിങ്ങളെ ഇരുത്തി പഠിപ്പിക്കും, ഫിസിക്സ് ഇരുത്തി പഠിപ്പിക്കും, കെമിസ്ട്രി ഇരുത്തി പഠിപ്പിക്കും. ഓക്കെ, കെമിസ്ട്രിക്കും മാത്തമാറ്റിക്സിനും ഫിസിക്സിനും അടക്കം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ചുറ്റുള്ള സെന്ററുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ബയോളജീന്റെ കോച്ചിങ് മാത്രമായിരിക്കും അവർ കൊടുക്കുന്നത്. പക്ഷേ സെറ പറയുന്നത് ലൈഫ് സയൻസിലേക്ക് മാത്രമല്ല, മറിച്ച് ലൈഫ് സയൻസിലും മാത്തമാറ്റിക്സ്, കെമിസ്ട്രി, ഫിസിക്സ് പറയുന്നതിലും നമുക്ക് എന്താ പറയാ, കഴിവ് തെളിയിച്ചിട്ടുള്ള കുറെ ഫാക്കൾട്ടീസ് ഉണ്ട്. ഓക്കെ, സോ ഓക്കെ, ടോപ്പിക്കിലേക്ക് പോവാം. സോ ബയോളജിയിൽ ഏകദേശം 11 ചാപ്റ്റേഴ്സ് ആണ് മക്കളെ ഉള്ളത്. 11 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. സോ ഇതിപ്പോ 10+2+3 എന്നൊക്കെ പറയുന്നത് എന്താ, 10ാം ക്ലാസ് +2+3 ഡിഗ്രി ലെവലിലുള്ള പോർഷൻസ് ആണ് നിങ്ങൾക്ക് ബയോളജിയിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഇനിയിപ്പോ കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഫിസിക്സ് ഒക്കെ ആവുന്ന സമയത്ത് അവിടെ 10+2 എന്ന് പറഞ്ഞിട്ടുള്ളത്, അത് ഏകദേശം ഒരു +2 ലെവലിലത്തെ നമ്മൾ പഠിച്ചല്ലേ, +2 പഠിച്ചല്ലേ, ഓർമ്മയില്ലേ? ഓർമ്മയൊന്നും ഉണ്ടാവില്ല എന്നാലും. ഓക്കെ, നമ്മൾ +2 പഠിച്ചിട്ടുള്ള ചെറിയൊരു കെമിസ്ട്രി, കുറച്ച് മാത്തമാറ്റിക്സും കുറച്ച് ഫിസിക്സും ആണ് ഉള്ളത്. സോ 11 ചാപ്റ്ററിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് മക്കളെ സെൽ ബയോളജി. ഈ സെൽ ബയോളജിക്കകത്ത് ഞാനൊരു ബോട്ടണിയാണ്, നിങ്ങളൊരു സുവോളജിയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു മൈക്രോബയോളജിക്കാരനായി കഴിഞ്ഞാലും സ്ട്രക്ചർ ഓഫ് പ്രൊക്കാരിയോട്ടിക്, യൂക്കാരിയോട്ടിക് സെല്ലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. മെംബ്രെയിൻ, ഫോസ്ഫോലിപ്പിഡ്സ്, അതേപോലെ തന്നെ എന്താ പ്രോട്ടീൻ ട്രാഫിക്കിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ കുറച്ച് സിഗ്നലിങ്. ഓക്കെ, കുറച്ച് സിഗ്നലിങ് ഒരു പക്ഷേ നിങ്ങൾ എന്താ പറയാ, എനിക്ക് തോന്നുന്നു പുതിയ സിലബസുകളിലൊക്കെ സിഗ്നലിങ് വന്നിട്ടുണ്ട്. അതിന്റെ കുറച്ച് സിഗ്നലിങ്, പിന്നെന്താ എൻഡോക്രൈൻ, പാരാക്രൈൻ സിഗ്നലിങ്, ജസ്റ്റ് ബേസിക്സ്. എൻഡോക്രൈൻ എന്താണ്, പാരാക്രൈൻ എന്താണ്, പിന്നെന്താ സെൽ സൈക്കിള്. നമ്മുടെ ഒന്നാമത്തെ സെൽ ബയോളജി പോർഷനിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സെൽ സൈക്കിള്. മക്കളെ സെൽ സൈക്കിള് ഞാനാണ് എടുക്കുന്നത്. സോ എന്താ പറയാ, സെൽ സൈക്കിൾ പറയുന്ന സമയത്ത് തന്നെ എന്റെ മനസ്സിൽ ആ ഒരു ക്വസ്റ്റ്യനാണ് കാണുന്നത്. അതായത് എന്താ സെൽ സൈക്കിൾ നിങ്ങൾക്ക് അറിയാലോ, സെൽ സൈക്കിളിൽ എന്തൊക്കെ ഫേസുകളൊക്കെ ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ. G1 ഫേസ് ഉണ്ടാവാം, S ഫേസ് ഉണ്ടാവാം, G2 ഫേസ് ഉണ്ടാവാം, M ഫേസ് ഉണ്ട്, പിന്നെ എന്തുണ്ട്, ഇന്റർഫേസ് ഉണ്ട്. അങ്ങനെ ഫേസുകൾ ഒരുപാടുണ്ടല്ലോ. സോ ഇതിന്റെ ഓർഡർ ആണ് പരീക്ഷയ്ക്ക് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നിരന്തരം ഏകദേശം ഒരു 4-5 തവണയായി സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നത്. +2 ലെവലില് സെൽ സൈക്കിൾ പഠിച്ച ഒരാൾക്ക് അറിയാൻ വേണ്ടി പറ്റും. ഓക്കെ, എന്താ ഈ ഫേസുകളൊക്കെ എങ്ങനെയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുക, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഫേസിന്റെ ക്വസ്റ്റ്യൻ. പ്രൊഫേസ്, മെറ്റാഫേസ്, ആനാഫേസ്, ടീലോഫേസ്. ഇതിനെന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും തലതിരിച്ച് തരും, എന്നിട്ടോ നേരെയാക്കണം. ഈ ക്വസ്റ്റ്യനും കഴിഞ്ഞ 3 തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തു നോക്കോ, സംശയം ഉണ്ടെങ്കിൽ എടുത്തു നോക്കോ. ഞാൻ തെറ്റിച്ചാ പറഞ്ഞിരുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു ചായ വാങ്ങിച്ചു തരും, ഉറപ്പ്. കാരണം നമ്മള് ഒരു എക്സാമിന് പ്രിപ്പയർ ആവുന്ന സമയത്ത് നമ്മൾ സിലബസ് നോക്കണം, ഒന്നാമത്തെ കാര്യം. ഓക്കെ, എത്ര സമയം കൊണ്ട് നമ്മുടെ മുന്നിൽ പ്രിപ്പയർ ചെയ്യാന്ന് നോക്കണം, രണ്ടാമത്തെ കാര്യം. പിന്നെ മൂന്നാമത് നോക്കേണ്ട കാര്യം നമ്മുടെ PYQ ആണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എത്ര ക്വസ്റ്റ്യൻ ചോദിച്ചു, എന്തൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചു, എവിടുന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചു എന്നുള്ള കാര്യം നമുക്ക് നല്ല ധാരണ ഉണ്ടാവണം. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചെടുത്തുനിന്ന് വേണം നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നത്. റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. നിങ്ങൾ നോക്കണം മക്കളെ, നിങ്ങളിപ്പോ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് എന്താ പറയാ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമായിരിക്കും. ഓട്ടെ, ഇപ്പൊ നിങ്ങൾ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ കൊല്ലം ആ സെമിസ്റ്ററിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ് നമ്മൾ നോക്കാറില്ലേ. ഈ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, അധിക കോമ്പറ്റേറ്റീവ് എക്സാമിനും പിന്തുടരുന്നുണ്ട്. ഇതിപ്പോ CUT ആയാലും IIT ജാം ആയി കഴിഞ്ഞാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താണോ അതിനെ മറിച്ചും തിരിച്ചും തന്നെയാണ് ഇവര് വീണ്ടും ക്വസ്റ്റ്യൻ ഇടുന്നത്. സോ ഒരിക്കൽ ചോദിച്ച ഭാഗങ്ങളൊക്കെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് സുഖത്തിൽ, ഞാൻ ഇങ്ങനെ പറയാം, സുഖത്തിൽ പറയാം, ഇങ്ങനെ
നിഷ്പ്രയാസം നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഏകദേശം 2010 മുതൽ ഇങ്ങോട്ടേക്കുള്ള 15 വർഷത്തെ ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഓട്ടെ, 2015 മുതൽ 24, 25 വരെയുള്ള ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പുഷ്പം പോലെ നിഷ്പ്രയാസം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഐഐടി ജാബ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ വെറുതെ എടുത്ത് നോക്ക്, വെറുതെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കോ, ചോദിച്ച സാധനം തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ബയോകെമിസ്ട്രിയിലേക്ക് വരാം. ബയോകെമിസ്ട്രിയിൽ ആദ്യം കുറച്ച് എൻസൈംസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക് നമുക്ക് പഠിക്കാനുണ്ട്. മൈക്കൽ മെന്റൽ കൈനറ്റിക്സ് പഠിക്കാനുണ്ട്. പിന്നീട് എന്താ, ഞാൻ നേരത്തെ ചോദിച്ചിട്ടുള്ള മെറ്റബോളിസം. ആ മെറ്റബോളിസം എനിക്ക് പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ നമ്മൾ ഗ്ലൈക്കോളിസിസ് പഠിക്കും മക്കളെ, TCA സൈക്കിൾ പഠിക്കും, എങ്ങനെയാണ് എനർജി ഉണ്ടാക്കുന്നത് പഠിക്കും, ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ വരും. ഫോട്ടോസിന്തസിസ് സുവോളജിക്കാരായി കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നു ഫോട്ടോസിന്തസിസ് പഠിക്കാനുണ്ടായിട്ടുണ്ടാവും. കോംപ്ലിമെന്ററി ഉണ്ടാവല്ലോ, കോംപ്ലിമെന്ററി കോഴ്സുകൾ ഉണ്ടാവല്ലോ. സോ പഠിക്കാത്തവരാണ് പോട്ടെ. ഞാൻ അങ്ങനെ എപ്പോഴും പറയാം ക്ലാസ്സിൽ. ഓക്കെ, ഇതല്ലാണ്ട് നമ്മളിപ്പോ ചിലവർ പറയില്ലേ, ഇത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതല്ലേ, ഇത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല. ഏത് ക്ലാസ് എന്റെ കൂടെ ഇപ്പൊ നിങ്ങൾ പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഒന്നിച്ചാ പഠിക്കോ? ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്ക് ആടെ വന്നിട്ട് ആ ഗ്ലൈക്കോളിസിസ്, ഗ്ലൂക്കോസ്, ഗ്ലൂക്കോസ്, ഞാൻ ഒറ്റക്കൊന്നും പറയില്ല, നമ്മൾ ഒന്നിച്ചായിരിക്കും പഠിക്കുക. ഓക്കെ, സോ നമുക്കത് അറിയില്ലെങ്കിൽ നമുക്ക് അറിയില്ല എന്ന് പറയാം. അറിയില്ലെങ്കിൽ നമുക്ക് അറിയില്ല എന്ന് പറയാം. അതിൽ ഒരു നാണക്കേടും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോ ഞാനിപ്പോ PhD ചെയ്യുന്നു. നിങ്ങളിപ്പോ എന്നോട് വന്നിട്ട് ഫോട്ടോസിന്തസിസിലെ ഒരു ടഫ് ആയിട്ടുള്ള ഒരു പോർഷൻ നിങ്ങൾ ടെക്സ്റ്റ് എന്നൊക്കെ മറിച്ചിട്ട് ഒരു സാധനം കണ്ടുപിടിച്ചിട്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ അത് എനിക്ക് അറിയണമെന്നില്ല. ഓക്കെ, സോ പക്ഷെ നമുക്ക് അറിയാത്ത കാര്യം നമ്മൾ അറിയില്ല എന്ന് നമുക്ക് പറയാം, അറിയുന്നവരോട് നമുക്ക് ചോദിക്കാം. ഓക്കെ, സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഡിഗ്രി പഠിക്കുന്നു. ഡിഗ്രി പഠിക്കുന്ന സമയത്ത് അയ്യോ ഞാനൊരു ബോട്ടണി സ്റ്റുഡന്റ് ആണ്, എനിക്ക് നൈട്രജൻ ഫിക്സേഷൻ അറിയില്ല, എന്താണ് നൈട്രേറ്റ്, എന്താണ് നൈട്രൈറ്റ്, അതൊന്നും എനിക്ക് അറിയില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും മടി വിചാരിക്കണ്ട. എല്ലാം അറിഞ്ഞിട്ടുള്ളതൊന്നല്ല എല്ലാവരും. പക്ഷേ നമ്മൾ അറിയാത്തടത്ത് നിന്ന് നമുക്ക് എന്താ പറയാ, കുറച്ച് ശ്രമിച്ചു കഴിഞ്ഞാൽ കൂളായിട്ട് നമുക്ക് എല്ലാം പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. സോ എന്താ പറയാ, കുറച്ചൊരു ഇൻപുട്ട് നിങ്ങൾ ഇപ്പൊ ഇട്ടാൽ മതി, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പൊ നൈട്രജൻ ഫിക്സേഷൻ, യൂറിയ സൈക്കിള്, ഗ്ലൈക്കോളിസിസ്, TCA റെഗുലേഷൻ വരെ നമ്മൾ എന്ത് ചെയ്യും? ആ രണ്ടാമത്തെ ബയോ കെമിസ്ട്രി ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിക്കും. ഓക്കെ, അടുത്ത എന്താണ്? ജെനറ്റിക്സ് ആണ്. ഓക്കെ, ഞാൻ എന്റെ തേർഡ് ഇയർ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ എന്താ പറയാ, എന്റെ 5th സെമിസ്റ്ററിലാന്ന് തോന്നുന്നു ഞാൻ ജെനറ്റിക്സ് പഠിച്ചത്. ഞാൻ അത്രയും സന്തോഷത്തോടെ പഠിച്ച ഒരു സാധനം എന്താ, ഈ പറയുന്ന ജെനറ്റിക്സ് ആയിരുന്നു. എന്താ പറയാ, ഇവിടെ ജെനറ്റിക്സിലെ നമുക്ക് പെഡിഗ്രി അനാലിസിസ് തൊട്ട് പെഡിഗ്രി റിപ്പീറ്റഡ് ആയിട്ട് IIT ജാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഭാഗമാണ്. CSIR അടക്കം ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഭാഗമാണ് പെഡിഗ്രി അനാലിസിസ്. പിന്നെന്താണ് ജീൻ മാപ്പിംഗ്, ഒക്കെ നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും. അറിയില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് പഠിക്കാം. ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ എന്തുണ്ട് ഗുണം? ആ 5th ഇയറിൽ എത്തുന്ന സമയത്ത് ജെനറ്റിക്സ് പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസ്സിൽ പോയിട്ട് കുറച്ച് ഷോ ഒക്കെ ഇറക്കാം. മിഡിൽ ജീൻ ഏതാണ്? CH ഇസ് ദ മിഡിൽ ജീൻ. അങ്ങനെ മിഡിൽ ജീൻ ഏതാണെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ടീച്ചർ ടപ്പേ ടപ്പേ നമുക്ക് ഉത്തരം പറയാം. പിന്നെ ക്രോമസോമൽ അബറേഷൻ കുറച്ച് പഠിക്കും. പിന്നെ കുറച്ച് അസോസിയേറ്റഡ് ആയിട്ടുള്ള എന്താ പറയാ, ഡിസീസുകൾ. പിന്നെ മെന്റലി ഇൻഹെറിറ്റൻസ് നമ്മൾ എന്തായാലും പഠിക്കുമല്ലോ. ഓക്കെ, അത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞില്ല, സോറി. ഓക്കെ, ദെൻ മോളിക്കുലാർ ബയോളജിയിലേക്ക് നമ്മൾ കിടക്കുന്നു. മോളിക്കുലാർ ബയോളജി എന്താ പറയാ, ബേസിക് ആയിട്ട് നമ്മളിപ്പോ എപ്പോഴും പഠിക്കുന്ന പോലെ ലാൻഡ്മാർക്കിന്റെ എക്സാമ്പിൾ പഠിച്ചിട്ട് എക്സ്പീരിമെന്റുകൾ നമ്മൾ പഠിച്ചു തുടങ്ങുന്നു. പിന്നെ എങ്ങനെയാണ് DNA റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, പിന്നെന്താ ട്രാൻസ്ലേഷൻ തുടങ്ങിയ കാര്യങ്ങള്. പിന്നെ ഓപ്രോൺസ് നമ്മൾ പഠിക്കുന്നു. ഓപ്രോൺസ് എന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറാണ് മക്കളെ. ഏത് കോമ്പറ്റേറ്റീവ് എക്സാം ആയി കഴിഞ്ഞാലും ഓപ്പറോൺസ് നമുക്കൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് പറയാൻ വേണ്ടി പറ്റും. ഇത് നേരത്തെ പറഞ്ഞ സെൽ സൈക്കിളിന്റെ ഭാഗത്ത് നിന്ന് ഷുവർ ഒരു ക്വസ്റ്റ്യൻ. സെൽ സൈക്കിൾ ഞാൻ ഇപ്പം വെറുതെ പറയാം, വെറുതെ പറയാതെ നിങ്ങൾ എടുത്തു നോക്കും. നേരത്തെ പറഞ്ഞ ചായ ഉണ്ടല്ലോ, അത് ഞാൻ വാങ്ങിച്ചു തരും. സെൽ സൈക്കിളിന് ഉറപ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ കാണാൻ വേണ്ടി പറ്റും. ഫോട്ടോസിന്തസിസ് എന്നൊരു ക്വസ്റ്റ്യൻ കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഈ പറഞ്ഞ ഗ്ലൈക്കോളിസ്, TCA, ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷനിലെ അവിടെ നിന്നൊക്കെ ATP കാൽക്കുലേഷൻ ചോദിച്ചോണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, ATP കാൽക്കുലേഷൻ ഞാൻ പറഞ്ഞ നാറ്റ് ക്വസ്റ്റ്യൻസ് ഇല്ലേ, എന്താ പറയാ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ ഡാഷിൽ നമ്മൾ എഴുതേണ്ടത്, നെഗറ്റീവ് മാർക്ക് ഇല്ലാത്ത ആ ഭാഗത്തെ ക്വസ്റ്റ്യൻസ് അധികവും ഈ പറയുന്ന എനർജി കാൽക്കുലേഷൻസ് ആയിരിക്കും. പക്ഷേ ഒരിക്കൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ആയി കഴിഞ്ഞാലുണ്ടല്ലോ, എനർജി കാൽക്കുലേഷൻ വളരെ ഈസിയാ, വളരെ ഈസിയാ. ആ പാഠ്യം മൊത്തം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആവും. ഓക്കെ, ഫോട്ടോസിന്തസിസ് ഞാൻ തന്നെ നിങ്ങളെ പഠിപ്പിക്കും. അതെ, ഇനി മോളിക്കുലർ ബയോളജിയിൽ നമ്മളെ നേരത്തെ പറഞ്ഞ ഈ ഓപ്രോൺസിന്റെ ഭാഗത്തു നിന്നും ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവും.
പിന്നോ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് ജെനറ്റിക്സ് എന്നും ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് പറയാൻ വേണ്ടി പറ്റും. മക്കളെ ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ടുള്ള കാര്യം മാത്രമാണ് ഞാനിപ്പോ പറയുന്നത്. അങ്ങനെ നിങ്ങൾ തന്നെ നിങ്ങൾ ഒരു 10 കൊല്ലത്തെ 15 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങൾ ഇങ്ങനെ എന്നെ പോലെ എന്താ പറയാ ക്വസ്റ്റ്യൻസ് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്കും പറ്റും. എനിക്ക് മാത്രം പറ്റുന്ന കാര്യമൊന്നുമല്ല. നിങ്ങളൊരു 15 കൊല്ലത്തെ ക്വസ്റ്റ്യനിൽ കൂടെ ഇങ്ങനെ പോയി ആയിക്കോട്ടെ വന്നു കഴിഞ്ഞാൽ ഓരോ ഭാഗത്തു നിന്നും എന്തൊക്കെ ക്വസ്റ്റ്യൻ വരുന്നത് നമുക്ക് പറയാൻ വേണ്ടി പറ്റും മക്കളെ. പിന്നെ എവല്യൂഷനിലേക്ക് വരാം. ഓക്കെ, എവല്യൂഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഡാർവിന്റെ തിയറി തൊട്ട് നാച്ചുറൽ സെലക്ഷൻ തൊട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും പഠിക്കുന്നു. അവിടെ ഹാർഡി വെയിൻബെർഗ് ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നു. ഹാർഡി വെയിൻബെർഗ് ഇക്വേഷന് ക്വസ്റ്റ്യൻസ് ഷുവറാണ്. എല്ലാ കൊല്ലത്തും എല്ലാ കൊല്ലവും ഒരു ക്വസ്റ്റ്യൻ വരുന്ന ഭാഗമാണ് ഹാർഡി വെയിൻബെർഗ് പ്രിൻസിപ്പിളിന്റെ ഭാഗത്ത് നിന്ന്. പിന്നെ എന്താ പറയാ, എനിക്ക് തോന്നുന്നു 2024 ജെനറ്റിക് ഡ്രിഫ്റ്റ് ജീൻ ഫ്ലോ ജെനറ്റിക് ഡ്രിഫ്റ്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ഇനി മൈക്രോബയോളജിയിലേക്ക് വരാം. മൈക്രോബയോളജിയിൽ ബേസിക് ആയിട്ടുള്ള മൈക്രോബയോളജിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ചെറിയൊരു സിലബസ് ആണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ചെറിയൊരു ചാപ്റ്റർ ആണ്. മെയിൻ ആയിട്ട് സ്ട്രക്ചർ ഫീച്ചേഴ്സ് നമ്മൾ വൈറസിന്റെയും ബാക്ടീരിയയും ഫംഗസിന്റെയും പിന്നെ ഈ പറയുന്നതിന്റെ ന്യൂട്രീഷൻ ബേസ്ഡ് ക്ലാസിഫിക്കേഷനും പിന്നെ മൈക്രോബിയൽ മെറ്റബോളിസം ആണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ അവിടെ പഠിക്കുന്നത്. പിന്നെ ഗ്രോത്ത് കൈനറ്റിക്സും പിന്നെ മൈക്രോബിയൽ ജെനറ്റിക്സിന്റെ ഒക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് മൈക്രോബയോളജി പോർഷനിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ചോദിച്ചിട്ട് വരുന്നുണ്ട്. അടുത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ എന്താ പ്ലാന്റ് നമ്മൾ ഇവിടെ പഠിക്കും, ആനിമൽ ബയോളജി ഇവിടെ പഠിക്കും. പ്ലാന്റ് ബോട്ടണി പഠിച്ചവർക്ക് ഓക്കെ പ്ലാന്റ് ബയോളജി എളുപ്പമായിരിക്കും. ആനിമൽ സുവോളജി പഠിച്ചവർക്ക് ആനിമൽ ബയോളജി എളുപ്പമായിരിക്കും. എളുപ്പമായിരിക്കും എന്ന് പറയുന്നില്ല, ഞാൻ ഒരിക്കലും പഠിക്കാൻ പറ്റില്ല എന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ മറ്റേത് ടഫ് ആയിരിക്കും എന്ന് ഞാൻ പറയുന്നില്ല. കാരണം പഠിക്കാൻ പറ്റാത്ത വിഷയമായിട്ട് ഒന്നുമില്ല മക്കളെ. നാളെ ഇപ്പൊ നിങ്ങളോട് ഇന്റഗ്രേഷൻ ചെയ്യണം പഠിക്കണം എന്ന് ഒരാൾ നിർബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, നിർബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കണം എന്നില്ല. പക്ഷേ ഇന്റഗ്രേഷൻ എനിക്കൊന്ന് പഠിച്ചാൽ കൊള്ളാം, കുറച്ച് ഡെറിവേഷൻ ചെയ്താൽ കൊള്ളാം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് അത് വിചാരിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങളെ കൊണ്ട് പഠിക്കാൻ വേണ്ടി പറ്റും. എന്തായാലും പറ്റും. ഓക്കെ, പ്ലാന്റ് ബയോളജിയിൽ ബേസിക് ആയിട്ടുള്ള നേരത്തെ പറഞ്ഞ പോലെ എന്താ ഫോട്ടോസിന്തസിസ് നമ്മൾ അവിടെ പഠിക്കും. പിന്നീട് ഇവിടേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഡെവലപ്മെന്റൽ സ്റ്റേജസ് ഓഫ് ഫ്ലവറിങ്, പിന്നെ ഫ്ലവറിങ്ങിൽ ഉണ്ടാവുന്ന സം മ്യൂട്ടേഷൻസ്, പിന്നെ റീപ്രൊഡക്ഷൻ പഠിക്കും, എംബ്രിയോജെനിസിസ്, ഡോർമൻസി, ജെർമിനേഷൻ, പിന്നെ ഈ സൈലം ഫ്ലോയത്തിനെ പറ്റിയിട്ടൊക്കെ ബേസിക് ആയിട്ട് നമ്മളിവിടെ പ്ലാന്റ് ബയോളജിയിൽ പഠിക്കും. ഓക്കെ, ബോട്ടണി എടുത്തവർക്ക് എളുപ്പമായിട്ട് വരാൻ വേണ്ടി പോകുന്ന ഒരു ടോപ്പിക് ആയിരിക്കും. സുവോളജിക്കാർക്കാണെങ്കിൽ എന്താ, ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ പഠിക്കാൻ വേണ്ടി പറ്റുന്നതാണ് പ്ലാന്റ് ബയോളജി. കാരണം ഒരു പക്ഷേ നിങ്ങള് ഒരു പക്ഷേ നിങ്ങള് എന്താ പറയാ സുവോളജിക്കാർക്ക് കോംപ്ലിമെന്ററി ആയിട്ട് വരുന്ന ബോട്ടണി എന്താ പറയാ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ സീനിയേഴ്സും പറഞ്ഞു കേട്ടിട്ടുണ്ട്, വളരെ മോശം ബോട്ടണിയാണ്, അല്ലെങ്കിൽ സുവോളജിക്കാർക്ക് കോംപ്ലിമെന്ററി ആയി കിട്ടുന്ന ബോട്ടണി കുറച്ച് ടഫ് ആയിട്ടുള്ള ബോട്ടണി ആണെന്ന് ഞാൻ ഇങ്ങനെ പല പ്രാവശ്യം ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല, ഞാൻ എങ്ങനെ നമുക്കറിയില്ലല്ലോ, സുവോളജി പഠിച്ചവർക്കല്ലേ അതിന്റെ ഒരു ഫീലിങ്സ് ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളതൊന്നും അത് ടഫ് ആയിട്ടുള്ളതൊന്നുമല്ല. എന്താ പറയാ, കുറച്ച് ഫിസിയോളജി റിലേറ്റഡ് ആണ്, കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ള ബോട്ടണിയാണ്. നേരെ കുറച്ച് ടാക്സോണമി അല്ല. നിങ്ങളെ കോംപ്ലിമെന്ററി കോഴ്സുകളിലൊക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ ടാക്സോണമി ഉണ്ടായിട്ടുണ്ടാവും. ടാക്സോണമി ഓക്കെ ടഫാണ്, ഒരുപക്ഷെ ടഫാണ്, എനിക്ക് ടഫാണ്. സോ അങ്ങനെ ടഫായിട്ട് തോന്നുന്നവരൊക്കെ ഉണ്ടാവാം എന്നെ പോലെ. സോ പ്ലാന്റ് ബയോളജി നിങ്ങൾക്ക് ആര് കഴിഞ്ഞാലും പഠിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സാധനം തന്നെയാണ്. ഇനി ആനിമൽ ബയോളജിയിലേക്ക് വരുന്ന സമയത്ത് അവിടെ നമ്മൾ പറയാൻ നേരത്തെ പറഞ്ഞ ഡൈജസ്റ്റീവ്, സർക്കുലേറ്ററി, എക്സ്ക്രീറ്ററി സിസ്റ്റം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പഠിക്കുന്നത്. പിന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സാധനം ഇവിടെയാണ് മക്കളെ, എംബ്രിയോണിക് പാറ്റേൺ ഫോർമേഷൻ, ക്ലീവേജ്, പറയുന്ന ഹോളോബ്ലാസ്റ്റിക് ക്ലീവേജ്, മീറോബ്ലാസ്റ്റിക് ക്ലീവേജ് പറയുന്ന ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻ ചോദിച്ചു കാണാറുണ്ട്. അത് കുറച്ച് എക്സാമ്പിൾ, ഹോളോബ്ലാസ്റ്റിക് ക്ലീവേജിന് എക്സാമ്പിൾ ഈ ഒരു ഓർഗാനിസ് ആണ്, മീറോബ്ലാസ്റ്റിക് ക്ലീവേജിന് എക്സാമ്പിൾ ഈ ഒരു ഓർഗാനിസ് ആണ്. നമുക്ക് അങ്ങനെ പഠിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, ദെൻ എക്കോളജി. എക്കോളജിയിൽ എന്താ, കുറച്ച് മാത്രമേ പഠിക്കുള്ളൂ. നമ്മളിപ്പോ ബാക്കിയൊക്കെ നിങ്ങൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന എക്കോളജിയിലേക്ക് വരുന്ന സമയത്ത് കുറവാണ് അല്ലെ. എക്കോളജിയിൽ ക്ലൈമറ്റ് പാറ്റേൺസ്, പിന്നെ ബയോംസ് എന്താണ്, ടെറസ്ട്രിയൽ ബയോം, അക്വാട്ടിക് ബയോം, പിന്നെ പോപ്പുലേഷൻ ഡെൻസിറ്റിനെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ഇന്ററാക്ഷൻ, പോസിറ്റീവ് ഇന്ററാക്ഷൻ ഉണ്ട്, കമൻസാലിസ് ഉണ്ട്, ഫെസിലിറ്റേഷൻ ഉണ്ട്, പിന്നെന്തുണ്ട്, അമെൻസാലിസ് ഉണ്ട്, അങ്ങനെ പല പ്രിഡേഷൻ ഉണ്ട്, പിന്നെന്താ
അങ്ങനെ പലതരത്തിലുള്ള ഇന്ററാക്ഷൻ ഉണ്ടല്ലോ. പോസിറ്റീവ്, നെഗറ്റീവ്, 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 പോസിറ്റീവ്, സീറോ, സീറോ, നെഗറ്റീവ്, സീറോ, സീറോ, അങ്ങനെ പലതരത്തിലുള്ള ഇന്ററാക്ഷൻസ് ഉണ്ട്. അതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്കോളജിയിൽ പഠിക്കുന്നു. എക്കോളജി ഒരു ഫിലിം കാണുന്ന മൂഡിൽ നമ്മൾ എക്കോളജി പഠിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ. പക്ഷെ ഫിലിം കണ്ടിട്ട് നമ്മളൊന്ന് മറന്നു പോകണമെന്നില്ല. എക്കോളജി നമ്മൾ ഇങ്ങനെ എന്താ പറയാ, തലയിൽ ഇങ്ങനെ കയറ്റി വെക്കണം. മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് ഒരു കഥ പോലെ കയറ്റി വെക്കണം എക്കോളജി. പക്ഷെ ചില ടേമുകളൊക്കെ നമുക്ക് അങ്ങനെ തന്നെ പഠിക്കണം, വേറെ വഴിയൊന്നുമില്ല. സൈക്കോളജി മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും, ഇൻട്രസ്റ്റിംഗ് ആണ്. സൈക്കോളജി ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണ്. ഇനി ബയോടെക്നോളജിയിലൊക്കെ നമ്മുടെ 10th യൂണിറ്റ് ആണ് മക്കളെ ബയോടെക്നോളജി. അതില് ഈ പറയുന്ന പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ, അവിടെ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് കുറവാണ്. RDNA ടെക്നോളജി ഇൻ മെഡിസിൻ, RDNA ടെക്നോളജിന്റെ ഭാഗത്ത് നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഭയങ്കരമായിട്ട് എന്താ പറയാ, ഡീപ്പായിട്ട് എങ്ങനെയാണ് പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ, എങ്ങനെയാണ് ക്ലോണിങ് ഓഫ് ആനിമൽസ് നടക്കുന്നത്, അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല. ഓക്കെ, അതുകൊണ്ട് അത്ര പേടിക്കണ്ട. then ലാസ്റ്റ് ചാപ്റ്റർ ആണ് സെൽ ബയോളജി. സെൽ ബയോളജി ഓക്കെ, മെത്തേഡ്സ് ഇൻ ബയോളജി ആണ്. അതിൽ നമ്മൾ സെൽ ബയോളജിയിൽ ഉപയോഗിക്കുന്ന മെത്തേഡ്സ്, ബയോകെമിക്കൽ ടെക്നിക്സ്, മോളിക്കുലർ ബയോളജി ടെക്നിക്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു യൂണിറ്റിനകത്ത് പോകുന്നത്. അപ്പൊ 11th യൂണിറ്റിൽ തന്നെ കുറച്ച് എന്താ പറയാ സബ് യൂണിറ്റ്സ് പോലെയുണ്ട്. മൈക്രോസ്കോപ്പി, GFP റിപ്പോർട്ടർ സിസ്റ്റങ്ങൾ, സ്റ്റെയിനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ഇൻസ്ട്രുമെന്റ്സിന്റെ കാര്യം, ഇലക്ട്രോഫോറസിസ്, വെസ്റ്റേൺ ബ്ലോട്ട് കാര്യങ്ങളുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ചോദിച്ചു. ഓക്കെ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പ്ലാസ്മിഡ് റെസ്ട്രിക്ഷൻ എൻസൈം പോളിമറേസ്, അതൊക്കെ എന്താ, PCR ഒക്കെ വരുന്നത് RDT, RDNA ടെക്നോളജീന്റെ ഭാഗത്തു നിന്നാണ്. സോ ആ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ്. പിന്നെയും കുറച്ചധികം ഇത് ഈ പറയുന്ന മെത്തേഡ്സ് ഇൻ ബയോളജിയിൽ കുറച്ചും കൂടി RDNA ടെക്നോളജീന്റെ ഭാഗത്തു നിന്നാണ് കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് കാണുക. സോ ഈ പറഞ്ഞ 11 ചാപ്റ്റേഴ്സ് ആണ് IIT ജാമിനുള്ളത്. സോ ഈ 11 ചാപ്റ്റേഴ്സ് പറയുന്നത് IIT ജാമിലേക്ക് മാത്രം നോക്കുന്നതല്ല. ഓക്കെ, നമ്മുടെ ഈ പറയുന്ന CUET-യിലേക്കും ഗാറ്റിലേക്കും എല്ലാം നമുക്ക് നോക്കാം. സോ വൈ ചൂസ് IIT ജാം ഫോർ ബയോടെക്നോളജി എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മളിവിടെ IIT ജാമിന്റെ പ്രിപ്പറേഷൻസ് നമ്മൾ നടത്തും. ഓക്കെ, IIT ജാമിന്റെ പ്രിപ്പറേഷൻസ് നമ്മൾ നടത്തും. എന്നിട്ടോ നമുക്ക് IIT ജാം പരീക്ഷ എഴുതാൻ വേണ്ടി പറ്റില്ലേ? പറ്റും. ഓക്കെ, IIT ജാം പരീക്ഷ നമുക്ക് എക്സാം നമുക്ക് എങ്ങനെ എളുപ്പമായിരിക്കും. ഇനി അടുത്തത് CUET എക്സാം ഒരു മാർച്ച് ആവുന്ന സമയത്ത് 2026 മാർച്ച് ഏപ്രില്, അതും നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഏപ്രില് GAT-P എക്സാം വരും, അതും നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ആ പറയുന്ന എക്സാം ഒക്കെ എന്തായിരിക്കും, സെയിം ആയിട്ടുള്ള സിലബസ് തന്നെയാണ് അവരും കവർ ചെയ്യുന്നത്. സോ ഇപ്പൊ നമ്മളിപ്പോ സെൻട്രൽ യൂണിവേഴ്സിറ്റീന്റെ CUET-ന്റെ ബോട്ടണി എക്സാം മാത്രം SPQ ഐ മീൻ കോഡ് വെച്ചിട്ട്, ഓക്കെ, നമ്മൾ ബോട്ടണി എക്സാം മാത്രമാണ് നമ്മൾ നോക്കുന്നത് വിചാരിച്ചു. സോ അവിടെ ബോട്ടണിക്കാരന് എന്ത് വേണം, ബയോകെമിസ്ട്രി വേണം, സെൽ ബയോളജി വേണം, മോളിക്കുലാർ ബയോളജി വേണം, ജെനറ്റിക്സ് വേണം, എക്കോളജി വേണം. ഈ പറഞ്ഞ 11 ചാപ്റ്ററിൽ 5 ചാപ്റ്റർ ഇപ്പൊ തന്നെ ആയോ. പിന്നെ ബയോടെക്നോളജി, ഏത് പറയുന്ന മെത്തേഡ്സ് ഇൻ ബയോടെക്നോളജി വേണം. പറയുന്നതിലെ പകുതിയിൽ കൂടുതലും നമുക്ക് എന്ത് വേണം, അവിടെ CUET-ന്റെ എക്സാം നമുക്ക് ഒരു ബോട്ടണിക്കാരന് വേണം. ഇനി സുവോളജിക്കാരനാണ് CUET എഴുതുന്നത് വിചാരിച്ചോ, IIT ജാമിന് പഠിച്ചു. ഓക്കെ, IIT ജാമിന് പഠിക്കുന്ന സമയത്ത് CUET എഴുതാൻ വേണ്ടി പോയി. സെൽ ബയോളജി വേണം, ബയോകെമിസ്ട്രി വേണം, ജെനറ്റിക്സ് വേണം, മോളിക്കുലാർ വേണം. സുവോളജിക്കാരന്റെ കാര്യം പറയുന്നേ. എവല്യൂഷൻ വേണം, മൈക്രോബയോളജി സുവോളജിക്കാർക്ക് വേണം, പ്ലാൻ ബയോ വേണ്ട. ഓക്കെ, പിന്നെ ആനിമൽ ബയോളജി വേണം, എക്കോളജി ഒരു പക്ഷെ കുറച്ച് വേണ്ടി വരും. ഓക്കെ, പിന്നെ എന്ത് വേണം, മെത്തേഡ്സ് ഇൻ ബയോളജി വേണം. ആ 11 ആലോചിക്കണേ, സുവോളജിക്കാർക്ക് ആ 11 ആ 9 യൂണിറ്റ്സും CUET എക്സാമിന് ഒരു സുവോളജിക്കാരന് വേണം. ബോട്ടണിക്കാരെ സംബന്ധിച്ചിടത്താണെങ്കിൽ ഏകദേശം 8 യൂണിറ്റ് മാക്സിമം വേണ്ടി വരും. സോ ഇതൊക്കെ മൊത്തം ഒന്ന് തന്നെ മക്കളെ, ഈ പറയുന്ന എല്ലാ പരീക്ഷയ്ക്കും വേണ്ടുന്ന ബേസിക് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് IIT ജാമിന്റെ എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ IIT ജാമിൽ വെച്ച് തുടങ്ങുന്നത്. സോ IIT ജാം നമ്മൾ ക്വാളിഫൈ ചെയ്തു എന്ന് വിചാരിച്ചു. ഓക്കെ, നമ്മൾ IIT ജാമിൽ നോക്കി CUET കിട്ടണം എന്നല്ല നമ്മൾ പറയുന്നത്. IIT ജാം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. NIT പോവാം, IIT പോവാം, IIC ബാംഗ്ലൂർ പോകണം. അയ്യോ, എന്റെ ക്യാമ്പസ് നിങ്ങൾ കാണാം, ഏക്കർ ആണെങ്കിൽ വലിയ ക്യാമ്പസാ. അതിനുള്ള തന്നെ എന്താ പറയാ, വണ്ടി വാഹനങ്ങളൊക്കെ പോകുന്നുണ്ടാവും. അത്ര വലിയ ക്യാമ്പസ് ആണ് ആരെ ഈ പറയുന്ന IISc-ന്റെ ക്യാമ്പസ്. പിന്നെ ഐസറുകളുണ്ട്,
ഏഴെട്ട് ഐസറുകളുണ്ട്. സോ അത്തരത്തിലുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ IIT ജാം എക്സാം ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. സോ സേറ, എങ്ങനെയാണ് നമ്മളിപ്പോ ഓക്കെ IIT ജാം ഉണ്ട്, പരീക്ഷ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വെറുതെ നിങ്ങൾക്ക് എന്താ പറയാ കുറെ പരീക്ഷയൊക്കെ ഉണ്ട് നിങ്ങൾ ഇതൊക്കെ പഠിച്ചോ നല്ല പറയുന്നത്? എങ്ങനെയാണ് നമുക്കത് പ്ലാൻ ചെയ്യാനുള്ള കാര്യമാണ് സറ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. 10 മാസത്തെ ഒരു കണക്ക് നമുക്ക് കൂട്ടാം. ഓക്കെ. സോ ഒന്നാമത്തെ മാസത്തില് നമ്മള് സെൽ ബയോളജിയും മോളിക്കുലാർ ബയോളജിയും പഠിക്കുന്നു. ഓക്കെ. സെൽ ബയോളജി പഠിച്ച് സെല്ലിന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് ഇതൊക്കെ നമ്മൾ പഠിക്കുന്നു. ഓക്കെ. ആ കോമ്പിനേഷൻ നോക്കണേ. സെൽ ബയോളജി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ മോളിക്കുലാർ ലെവലില് ആ സെല്ലിനകത്ത് എന്ത് നടക്കുന്നു നമ്മൾ പഠിക്കും. ഇപ്പൊ എന്തായി? സെൽ ബയോളജിയും മോളിക്കുലാർ ബയോളജിയും ഒന്നാമത്തെ മാസം തീരുന്നു. ഓക്കെ. ആ ഒന്നാം മാസം സെൽ ബയോളജി മോളിക്കുലാർ ബയോളജി തീരുമ്പോ അപ്പൊ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഒരു അസൈൻമെന്റ് അങ്ങ് കിട്ടും. അസൈൻമെന്റ് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അസൈൻമെന്റ്. അതായത് ആ ക്വസ്റ്റ്യന്റെ ഒരു എന്ത് ചെയ്യണം? നമ്മൾ ആൻസർ കണ്ടുപിടിക്കണം. ഓപ്ഷൻ ഉണ്ടാവും, നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യണം. ഒരു കുഞ്ഞി പരീക്ഷ പോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ആൻസർ അറ്റംപ്റ്റ് ചെയ്യണം. ഓക്കെ. ആ ഒന്നാമത്തെ മാസം കഴിഞ്ഞു കഴിഞ്ഞാല് സെൽ ബയോളജി മോളിക്കുലാർ ബയോളജിയിലും നോക്കണേ, കഴിഞ്ഞ 10-15 വർഷത്തോളം ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ എന്ത് ചെയ്യും? സെൽ ബയോളജി മോളിക്കുലാർ ബയോളജിയിൽ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ. ഓക്കെ. അതിനുശേഷം നിങ്ങൾക്ക് അതിന്റെ ആൻസർ കീ വിത്ത് എക്സ്പ്ലനേഷൻ എന്ത് ചെയ്യും? നിങ്ങൾക്ക് പറഞ്ഞു തരും. പിന്നെ ഞാനോ അല്ല മറ്റു ഫാക്കൽറ്റീസോ എന്ത് ചെയ്യുന്നുണ്ടാവും? ലൈവ് സെഷൻ നടത്തുന്നുണ്ടാവും. രണ്ടാമത്തെ മാസം വരുന്നു പ്ലാൻ ബയോളജി ബയോകെമിസ്ട്രി. ആ ഒരു കണക്ഷൻ നോക്കണം. ബയോകെമിസ്ട്രിയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫോട്ടോസിന്തസിസ്, ഗ്ലൈക്കോളിസിസ്, TC ഒക്കെ പഠിക്കാനുള്ളത്. അതിൽ കുറച്ച് പ്ലാന്റ് ഉണ്ടല്ലോ. സോ ബയോകെമിസ്ട്രിയും പ്ലാന്റ് ബയോളജിയും ഒന്നിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ടാമത്തെ മാസത്തിൽ പഠിക്കുന്നു. മൂന്നാം മാസം എവല്യൂഷൻ ജെനറ്റിക്സ്. എന്തുകൊണ്ടാണ് എവല്യൂഷൻ ജെനറ്റിക്സ് ഒന്നിച്ചായത്? കാരണം എവല്യൂഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹാർഡിമീൻ തിയറി ഒക്കെ പഠിക്കുന്നു. അത് ജെനറ്റിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ജെനറ്റിക്സിന്റെ ബേസിക്സ് ഉണ്ടെങ്കിൽ എവല്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാം? എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. സോ മൂന്നാമത്തെ മാസം കഴിയുന്ന സമയത്ത് മൂന്നാമത്തെ മാസത്തിന്റെ എൻഡിലും നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് കിട്ടും, ഒരു എക്സാം ഉണ്ടാവും. ആ എക്സാം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് 3 മാസം കൊണ്ട് 6 ചാപ്റ്റേഴ്സ് കഴിഞ്ഞു. ദെൻ നാലാമത്തെ മാസം മൈക്രോബയോളജി, എക്കോളജി. അഞ്ചാമത്തെ മാസം ബയോടെക് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ. അതായത് 5 മാസം കൊണ്ട് 5 മാസം കൊണ്ട് ഏകദേശം നമ്മുടെ IIT ജാമിന്റെ പോർഷൻസ് മൊത്തം നമ്മൾ എന്ത് ചെയ്യുന്നു? കവർ ചെയ്യുന്നു. ഓക്കെ. 11 യൂണിറ്റുകളും നമ്മൾ എന്ത് ചെയ്യുന്നു? ബയോടെക്നോളജിയിൽ തന്നെ ഈ മെത്തേഡ്സ് ഇൻ ബയോടെക്നോളജി ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. ഇൻസ്ട്രുമെന്റേഷൻ അത് ഒന്നിച്ചാണ് വരുന്നത്. ബാക്കിയുള്ള 3 ചാപ്റ്റേഴ്സ് ആണ് നമ്മുടെ അഞ്ചാമത്തെ മന്തിൽ നമ്മൾ പഠിക്കുന്നത്. അത് കുറച്ചും കൂടി എന്താ പറയാ, ഇൻസ്ട്രുമെന്റൽ ഓറിയന്റഡ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് ഉള്ള മന്ത് ആയിരിക്കും. പഠിക്കാനുള്ള ടോപ്പിക്കുള്ള മന്ത് ആയിരിക്കും ഫിഫ്ത് മന്ത് പറയുന്നത്. സോ ഈ ഓരോ മന്തിന്റെ അവസാനം നമ്മൾ ഈ പറയുന്ന അസൈൻമെന്റുകളും ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. എന്നിട്ട് ആറാമത്തെ മാസത്തിൽ നമ്മൾ മൊത്തം ബയോളജി, ലൈഫ് സയൻസിന്റെ ബയോളജി നമ്മൾ റിവൈസ് ചെയ്യും. 11 ചാപ്റ്ററുകളിലേക്ക് കൂടി നമ്മൾ ഓടിപ്പോകും. ഓക്കെ. ഏഴാം മാസത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? കെമിസ്ട്രി സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ. നമ്മുടെ മെയിൻ പാർട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? റെഡിയാക്കി വെച്ചു അല്ലെ? ബയോളജി നമ്മൾ സ്ട്രോങ് ആക്കി വെച്ചിട്ട് ഏഴാമത്തെ മാസത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? കെമിസ്ട്രി പഠിക്കുന്നു, റിവിഷൻ നടത്തുന്നു, യൂണിറ്റ് ടെസ്റ്റ്. എട്ടാം മാസം ഫിസിക്സ്, 9-ാം മാസം മാത്സ്. ഇനി നമുക്ക് മുന്നിൽ 10-ാം മാസമാണുള്ളത്. 10-ാം മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 അതിൽ കൂടുതൽ 11 കൂടി നമ്മുടെ മുന്നിൽ വരാനുണ്ട്. സോ 10-ഉം 11-ഉം പറയുന്ന സമയത്ത് നമ്മൾ മെഗാ മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ എന്താണ്, മോക്ക് ടെസ്റ്റ് സീരീസ് ഉണ്ടാവും. അതേപോലെ തന്നെ ചാപ്റ്റർ ബേസ്, നമ്മൾ നേരത്തെ പറഞ്ഞു ചാപ്റ്റർ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സെൽ ബയോളജി, മോളിക്കുലർ ബയോളജി ചാപ്റ്റർ ബേസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോ മാസവും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഒന്നാമത്തെ മാസം, രണ്ടാം മാസത്തിൽ അതത് പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അതിലത്തെ 15 കൊല്ലത്തെ ക്വസ്റ്റ്യൻ തീരും. എന്താ പറയാ, ഈ സെൽ ബയോളജിയിൽ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും കണ്ടു. പിന്നീട് മോക്ക് ടെസ്റ്റിലേക്ക് വരുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമുക്ക് പരിചയമുള്ള ഒരാളായിരിക്കും, നമുക്ക് ഉത്തരം എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ. ദെൻ അതിനുശേഷം എന്ത് ചെയ്യുന്നു? 11-ാം മാസത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? എല്ലാ കൊല്ലത്തെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിസ്കസ് ചെയ്യുന്നു. ആ സമയത്ത് എന്ത് ചെയ്യുന്നു? ചാപ്റ്റർ വൈസിൽ നമ്മൾ ക്വസ്റ്റ്യൻ കാണുന്നു. പിന്നീട് മെഗാ മോക്ക് ടെസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്വസ്റ്റ്യൻ കാണുന്നു. ഫൈനൽ PYQ, ഇപ്പൊ 2024, 23, 21 അതിന്റെയൊക്കെ ഓരോ കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പഠിക്കുന്ന സമയത്തും ക്വസ്റ്റ്യൻ കാണുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ എന്താ പറയാ, കണ്ടവരെ തന്നെ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇവരൊക്കെ മനസ്സിലാവാൻ വേണ്ടി തുടങ്ങും.
അത്രയുള്ളൂ മക്കളെ. അതായത് കണ്ടവരെന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ മനസ്സിലാവാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ മനസ്സിലായി മനസ്സിലായി ഓരോ ക്വസ്റ്റ്യനും നമുക്ക് ഇഷ്ടപ്പെട്ടതാവും. ഓരോ ക്വസ്റ്റ്യനും നമുക്ക് എന്താ പറയാ, ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഓർമ്മയിൽ നിൽക്കും. എന്തുകൊണ്ട് അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നേ, അല്ലെങ്കിൽ ഇനി അവരെങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. കാരണം ഓൾറെഡി ഒരു ഭാഗത്ത് നിന്ന് മൂന്നോ നാലോ തരത്തിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു. ഇനി എന്ത് ചെയ്യാം, അവർക്ക് വേറൊരു തരത്തിലും കൂടി ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്നേ. സോ അതടക്കം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കാരണം നമ്മൾ അത്രയും സമയം, അതായത് ഒരു കൊല്ലത്തോളമുള്ള സമയം നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു, നമ്മുടെ ഈ പറയുന്ന എക്സാമിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ, ഞാൻ 2 മിനിറ്റ് കൂടി സംസാരിച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യാം. അതായത് നിങ്ങളിപ്പോ MSc നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചു എന്ന് വിചാരിച്ചു. ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള IISc-യിലോ ഐസറിലോ IIT-കളിലോ നിങ്ങൾ പഠിച്ചു എന്ന് വിചാരിച്ചോ. നിങ്ങൾക്ക് PhD-ക്ക് പുറത്തു പോകാൻ വേണ്ടിയിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം ഇപ്പോഴുള്ള ഇന്ത്യയിലുള്ള അധിക ലാബുകളിലും, മോസ്റ്റ് ഓഫ് ഒരു 100-90% ലാബുകളിലും പുറത്തേത്തെ പുറത്തുള്ള ഫാക്കൽറ്റീസുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കൊളാബറേഷൻസ് ഉണ്ട്. പുറത്തുള്ള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് കൊളാബറേഷൻസ് ഉണ്ട്. സോ നിങ്ങളെ നിങ്ങളുടെ MSc ചെയ്യുന്നു, MSc പ്രൊജക്ട് നല്ലൊരു ലാബിൽ നിന്ന് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾക്ക് നല്ല റെഫറൻസ് കിട്ടുന്നു. ഇന്ത്യയിൽ തന്നെ വലിയ എന്താ പറയാ ഫാക്കൽറ്റീസിന്റെ ഇടയിൽ നിന്നുള്ള റെഫറൻസ് കിട്ടുന്നു. IIT-ത്തെ ഒരു സാറ് നിങ്ങൾക്ക് റെഫറൻസ് ചെയ്യുന്നു. ആ കൊള്ളാം, നന്ദിത കൊള്ളാം, എന്താ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ആൻ മറിയ കൊള്ളാം, നന്നായിട്ട് ഹാർഡ് വർക്കിംഗ് ആണ്. അപ്പോ എന്ത് ചെയ്യും, ഒരു റെഫറൻസ് വെച്ചിട്ട് നമുക്ക് പുറത്തേക്ക് PhD-ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് എന്ത് ചെയ്യാം, ഇന്ത്യക്ക് പുറത്ത് നമുക്ക് PhD ചെയ്യാൻ വേണ്ടി പറ്റും. ഇന്ത്യക്ക് പുറത്ത് PhD ചെയ്യുന്നതാണെങ്കിൽ ഏകദേശം 1.5 ലക്ഷം 2 ലക്ഷം രൂപയായിരിക്കും അവിടുത്തെ സ്റ്റേറ്റ്മെന്റ് കിട്ടാൻ വേണ്ടി പോകുന്നത്, സാലറി ആയിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. അതൊരു ഓപ്ഷൻ. ഓക്കെ, റിസർച്ച് നമ്മൾ പിന്തുടരുന്നു, അതൊരു ഓപ്ഷൻ. ഇനി രണ്ടാമത്തെ കേസ് പറയാം. നമ്മൾ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ IISc-യിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന MSc ചെയ്യുന്നു എന്ന് വിചാരിച്ചു. MSc ചെയ്തിട്ട് നമുക്ക് എന്താ പറയാ, ഒരു സയന്റിസ്റ്റ് പൊസിഷനിൽ നമുക്ക് ഏതെങ്കിലും ഒരു എന്താ പറയാ ഒരു ഒരു ഡ്രഗ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിലാണ് പോകാൻ താല്പര്യം എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ഉണ്ടാവും. നമ്മൾ ഈ കേരളത്തിനകത്തെ കൊച്ചു കൊച്ചു കോളേജുകളിലൊന്നും, അല്ലെങ്കിൽ ഓട്ടോണമസ് കോളേജുകളിലൊന്നും ഈ പറയുന്ന ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ഉണ്ടാവണമെന്നില്ല. എൻ്റെ ഒരു ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ചേട്ടൻ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. ചേട്ടൻ MSc കഴിഞ്ഞു. MSc കഴിഞ്ഞിട്ട് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി നമ്മുടെ ക്യാമ്പസ് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം അദ്ദേഹം ജോലി ചെയ്യുന്നത് സയന്റിസ്റ്റ് ആയിട്ട് ഡോക്ടർ റെഡ്ഡീസ് എന്ന് കേട്ടിട്ടുണ്ടോ? മെഡിസിൻ ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ് റെഡ്ഡീസ്. സോ ഡോക്ടർ റെഡ്ഡീസ് കമ്പനിയിലാണ് അദ്ദേഹം ഇപ്പൊ സയന്റിസ്റ്റ് പോസ്റ്റിൽ വർക്ക് ചെയ്യുന്നത്. സോ MSc പഠിച്ച ഒരാൾക്ക് സയന്റിസ്റ്റ് പോസ്റ്റിലേക്ക് കയറാനും പറ്റും. സോ ഓക്കെ, റിസർച്ച് അല്ലെങ്കിൽ എന്താ പറയാ പ്രൊഫസർഷിപ്പ് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെയുണ്ട്. അല്ലാതെ തന്നെ നിങ്ങൾക്ക് എന്താ പറയാ ഇൻഡസ്ട്രിയൽ ഫീൽഡിലാണ് വർക്ക് ചെയ്യണമെങ്കിൽ അതിന്റെ ഓപ്ഷനും ഉണ്ട്. വെറും MSc കഴിഞ്ഞ് 23-ാം വയസ്സിലാണ് ആ ഒരു ചേട്ടൻ സയന്റിസ്റ്റ് ആയിട്ട് മാറിയത്. സോ നമുക്ക് മുന്നിൽ ഒരുപാട് അവസരങ്ങളുണ്ട്, നമ്മളത് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. ഓക്കെ, സോ ഇനി നേരെ മറിച്ച് എന്താ നമ്മള് MSc നാട്ടിലാണ് ചെയ്യുന്നത് വിചാരിച്ചോ. MSc നാട്ടിലാണ് ചെയ്യുന്നതെങ്കിൽ ഇനി MSc നാട്ടിൽ ചെയ്തിട്ട് നമുക്ക് പുറത്തൊരു PhD ഓപ്ഷൻ നോക്കണമെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. ഓക്കെ, പിന്നീട് നമുക്ക് PhD-ക്ക് എന്ത് ചെയ്യാം, IIT-യോ ഐസറോ പോലെയുള്ള മറ്റ് നാഷണൽ ലെവലിലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഞാനിപ്പോ എന്റെ PhD ചെയ്യാനാണ് ഞാനിപ്പോ ഐസറിലേക്ക് എത്തിയിട്ടുള്ളത്. ഓക്കെ, ഞാൻ MSc പഠിച്ചതൊക്കെ നാട്ടിലെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു കോളേജിൽ തന്നെയായിരുന്നു. തലശ്ശേരി ബ്രണ്ടൻ കോളേജിലായിരുന്നു ഞാൻ MSc പഠിച്ചിരുന്നത്. സോ ഞാൻ PhD ഒരു സ്റ്റെപ്പ് ഞാൻ മുകളിലേക്ക് വന്ന് ഞാനിപ്പോ ഐസറിൽ എത്തി. ഓക്കെ, സോ ഇനിയിപ്പോ എനിക്ക് ഇപ്പൊ ഇവിടെ PhD കഴിഞ്ഞ് പോസ്റ്റ് ഡോക്കിനൊക്കെ പോകണമെങ്കിൽ ഒരുപക്ഷെ പുറത്തു പോകാനൊക്കെ വളരെ എളുപ്പത്തിൽ ആക്സസ് ഉണ്ടാവും. പക്ഷെ ഞാനത് നിങ്ങളോട് ഒരു സ്റ്റെപ്പ് മുന്നെയാണ് എടുക്കാൻ വേണ്ടി പറയുന്നത്. അതായത് നിങ്ങളുടെ BSc കഴിഞ്ഞ് MSc തന്നെ ഇന്ത്യയിലെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നോക്കുക. ഇന്ത്യയിലുള്ള ഐസറുകൾ IIT IISc-ലൊക്കെ നിങ്ങൾ MSc അവിടെ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് PhD-ക്ക് പോകണമെങ്കിൽ പുറത്തേക്ക് എളുപ്പത്തിൽ പോവാം. അല്ല, ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ, സയന്റിസ്റ്റ് ആയിട്ട് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് ക്യാമ്പസ് ഇന്റർവ്യൂ ഉണ്ടാവുന്നത് ഈ പറയുന്ന യൂണിവേഴ്സിറ്റീസിലൊക്കെ ആയിരിക്കും. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ IIT-കളിൽ IISc IISc-ലൊക്കെ നിങ്ങൾ MSc പഠിച്ചു കഴിഞ്ഞാൽ മക്കൾ നിങ്ങളെ രക്ഷപ്പെട്ടു.
നിങ്ങൾ PhD ഒന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ഏതൊരു കമ്പനി വന്നിട്ട് എന്താ പറയാ, ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയൽ കമ്പനി വന്നിട്ട് വേണമെങ്കിൽ ഒരു പ്രൈമർ ഉണ്ടാക്കുന്ന ഒരു കമ്പനി, അല്ലെങ്കിൽ ഒരു ആന്റിബോഡി ഉണ്ടാക്കുന്ന ഒരു കമ്പനി, എന്താ പറയാ ടാർസൺ, എപ്പൻഡോഫ്, അങ്ങനെ പലതരത്തിലുള്ള ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള പല കമ്പനികളും ഉണ്ട്. അവിടെയൊക്കെ ഒരുപാട് ഒഴിവുകളുണ്ട്. ഓക്കെ, അവരൊക്കെ കഴിവില്ല ആൾക്കാര് കാത്തു നിൽക്കുകയെന്ന്. നിങ്ങൾ കുറെ പേര് കഴിവില്ലവരല്ലേ. ഓക്കെ, അവിടേക്കൊക്കെ നിങ്ങൾക്ക് എത്താൻ വേണ്ടി പറ്റും. സാധാരണ കോളേജിൽ ഇപ്പൊ BSc പഠിക്കുന്ന മക്കളെ നിങ്ങൾക്ക് എവിടെ എത്താൻ വേണ്ടി പറ്റും. ബട്ട് നമ്മൾ ആ ഇനീസ് ഒരു ഇനിഷ്യേഷൻ നമ്മൾ എടുക്കണം. അത് എടുക്കാതെ നമുക്ക് എന്താ പറയാ, ആരും ബാ നിങ്ങൾ ഇങ്ങോട്ട് ബാ, IIT-യിൽ കുറച്ച് സീറ്റ് ഒഴിവുണ്ട് തൊട്ട് നിങ്ങൾ ആരും അങ്ങോട്ടേക്ക് വിളിക്കില്ല. സോ നമ്മൾ ഇപ്പോ ഒരു കൊല്ലം നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാല് കുറച്ചു കാലം കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ, മനസമാധാനത്തില് പണിയെടുത്ത് നമ്മൾ ആഗ്രഹിച്ച ജോലി നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു മേഖലയിലേക്ക് നമുക്ക് എത്തേണ്ടേ, അല്ലാണ്ട് നമ്മൾ വെറുതെ ഈ പറയുന്ന എനിക്ക് കമ്പ്യൂട്ടറിലുള്ള ജോലി എനിക്ക് ഭയങ്കര ഇഷ്ടമൊന്നുമല്ല. ഇപ്പൊ ഒരു PSc പരീക്ഷ എഴുതി ഇപ്പൊ ഏതെങ്കിലും ഒരു ഓഫീസിൽ കമ്പ്യൂട്ടർ റിലേറ്റ് ചെയ്യുന്ന ഒരു പണി എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ PSCക്ക് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. എനിക്ക് ടീച്ചിങ് റിസർച്ച് ആണ് താല്പര്യം ആയതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. സോ നമുക്ക് ഇഷ്ടപ്പെട്ടത് എന്താണോ അത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുക. ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ എന്റെ ആദ്യം CSIR എക്സാം ഞാൻ എഴുതുന്ന സമയത്ത് എനിക്ക് വെറും 55% പിന്നീട് ഞാൻ എഴുതുന്ന സമയത്ത് എനിക്ക് 87% പിന്നെ നെക്സ്റ്റ് ടൈം ഞാൻ എഴുതുന്ന സമയത്ത് എനിക്ക് 99 പോയിന്റ് സംതിങ് 87% കിട്ടി. സോ എനിക്കും അറിയാം എന്റെ ഗ്രാഫ് എങ്ങനെയാ പോയത്, എനിക്ക് നല്ല വൃത്തി അറിയാം. സോ എവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്, എത്രത്തോളം ഇമ്പ്രൂവ്മെന്റ് ആണ് വന്നത്, എങ്ങനെ മുന്നോട്ടേക്ക് പോകും, കാര്യങ്ങളൊക്കെ നമുക്കറിയാം. സോ നിങ്ങൾക്കും പറ്റാത്ത കാര്യങ്ങളായിട്ട് ഒന്നുമില്ല. നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു കൊല്ലം കുറച്ച് ഒരു ദിവസം നിങ്ങൾക്ക് 1 മണിക്കൂർ 1.5 മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുവാണെങ്കിൽ തീർച്ചയായും ഈ പറയുന്ന IIT ജാമിന്റെ പരീക്ഷ എന്ന് പറയുന്നത് വലിയൊരു കടമ്പയൊന്നുമല്ല. ഫസ്റ്റ് എക്സാം ആയിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വരുന്ന ഫസ്റ്റ് എക്സാമിൽ തന്നെ നിങ്ങൾക്ക് കൂളായിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മളിപ്പോ ടീച്ചേഴ്സ് ആയി കഴിഞ്ഞാലും ഞാൻ പരസ്യം പോലെ പറയുന്നതല്ല, നിങ്ങൾക്ക് കഴിഞ്ഞ ബാച്ചിൽ നമ്മുടെ കുട്ടികളോട് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം നിങ്ങൾക്ക് വേണം ചോദിക്കാൻ വേണ്ടി പറ്റും, എങ്ങനെയാണ് അവിടെ ക്ലാസ്, എങ്ങനെയാണ് ഫാക്കൽറ്റി, ഞാൻ എങ്ങനെയാണോ ചോദിച്ചോ, ഞാൻ എങ്ങനെ ക്ലാസ് എങ്ങനെയാണോ എന്ന് നിങ്ങൾ ചോദിച്ചോ, ചോദിച്ചിട്ട് മാത്രം നിങ്ങൾ കയറിയാൽ മതി. സോ നിങ്ങൾ ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് MSc നല്ലൊരു സ്ഥലത്ത് പഠിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാല് എന്താ പറയാ, നിങ്ങളെ ലൈഫേ മാറാൻ വേണ്ടി പോകുമായിരിക്കും ആ സമയത്ത്. സോ നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമുക്ക് Q&A സെഷനിലേക്ക് നമുക്ക് കടക്കാം. ഹരിസാറും ഇവിടെ ഓൺലൈനിൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഞാനിപ്പോ ഈ പറഞ്ഞ IIT ജാമിന്റെ സിലബസും ആയിട്ടോ അല്ലെങ്കിൽ IIT ജാം CET CAT തുടങ്ങിയ എക്സാമിനെ പറ്റിയിട്ടുള്ള ഡൗട്ട് ആണെങ്കിലോ, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് എന്താണ് ഒരു സെഷനിൽ ഡൗട്ട് വയ്ക്കാനുള്ള, അല്ലെങ്കിൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഹരിസാർ ഇല്ലേ? ഉണ്ടല്ലോ. യെസ് യെസ്, ഇവിടെയുണ്ട് ഇവിടെയുണ്ട്. സോ മക്കളെ, നിങ്ങൾക്ക് മൈക്ക് ഓൺ ആക്കി ചോദിക്കാം, അല്ല മൈക്ക് ഓൺ ആക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ടൈപ്പ് ആക്കി ചോദിക്കാം. എങ്ങനെയാണ് നിങ്ങൾക്ക് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ചോദിച്ചോ. ഒരു ബുദ്ധിമുട്ടും വേണ്ട, എന്നും ചോദിക്കാം. വളരെ ക്ലിയർ കട്ടായിട്ടുള്ള 1 മണിക്കൂർ സെഷനാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് എന്താണ് ആക്ച്വലി പരീക്ഷ എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഈ നിങ്ങൾ പഠിക്കുന്നതിന് പുറമെ ഒരു ചോദ്യം പോലും ഈ പരീക്ഷ പക്കാ ഷുവറാണ്. 2008 തൊട്ട് 2024 വരെ ചോദിച്ചിട്ടുള്ള IIT ജാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അരിച്ചു പെറുക്കി കിട്ടാവുന്ന സെൽ ബയോളജിന്റെ ക്വസ്റ്റ്യൻസിന്റെ എണ്ണം എന്ന് പറയുന്നത് 50-ൽ താഴെയാണ്. അതുപോലെ തന്നെ മെയിൻ ടോപ്പിക്കുകളായിട്ടുള്ള മോളിക്കുലാർ ബയോളജി ആയാലും പ്ലാൻ ബയോളജി ആയാലും ബയോ കെമിസ്ട്രി ആയാലും എവല്യൂഷൻ ആയാലും ജെനറ്റിക്സ് ആയാലും ഇനി നിങ്ങൾ ആ സിലബസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള 11 ഭാഗങ്ങളായാലും അതിൽ നിന്ന് തപ്പിപ്പറക്കി നമുക്ക് കിട്ടുന്നത് 40-ൽ താഴെ ചോദ്യങ്ങളാണ്. 50-ൽ താഴെ, അതായത് ആകെ കൂടി വരിക സെൽ ബയോളജിക്കും ജെനറ്റിക്സിനുമാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ഈ CUET നിങ്ങൾക്ക് ഉണ്ടാവുന്നതിന് മുന്നേ, ഇപ്പോഴത്തെ CUETക്ക് മുന്നേ ഉണ്ടായിട്ടുള്ള പരീക്ഷ എന്ന് പറയുന്നത് CUCET ആണ്. CUCET ആണ് ഞങ്ങളൊക്കെ എഴുതിയിട്ടുള്ള പരീക്ഷ 2018-19 കാലഘട്ടങ്ങളിലൊക്കെ. അപ്പോൾ ആ പരീക്ഷ
അതിനു മുന്നേ എല്ലാ യൂണിവേഴ്സിറ്റികളും സെപ്പറേറ്റ് ആയിട്ടാണ് പരീക്ഷ നടത്താറ്. അത് ഡൽഹി യൂണിവേഴ്സിറ്റി, JNU, BHU, പോണ്ടിച്ചേരി, HCU, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്നിങ്ങനെ എല്ലാ യൂണിവേഴ്സിറ്റിയും വെവ്വേറെ പരീക്ഷകൾ എല്ലാ സബ്ജക്റ്റിനും നടത്തും. അപ്പോൾ ആ ചോദ്യങ്ങൾ മൊത്തം ഫിക്സ് ചെയ്തിട്ടുള്ള, ആ ചോദ്യങ്ങൾ മൊത്തം അനലൈസ് ചെയ്തിട്ടുള്ള ഓരോ ടോപ്പിക്കിന്റെയും ക്വസ്റ്റ്യൻസ്, അതിന്റെ ഡിസ്കഷൻ. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഈ പാഠത്ത് നിന്ന് ഇനി വേറൊന്നും ചോദിക്കാനില്ല. നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന സാധനം ഇതിനൊട്ട് ചോദിക്കാനും പറ്റൂല. കാരണം ആ ലിമിറ്റഡ് ടൈമിൽ നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ആ ലിമിറ്റഡ് ടൈമിൽ നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ആര് ചോദിക്കൂ, അവർ പരീക്ഷയ്ക്ക് ചോദിക്കൂ. അത് പഠിപ്പിച്ചു തരാൻ ഇപ്പൊ അജയ് സാർ ഉണ്ട്, സിദ്ധാർത്ഥ് സാർ ഉണ്ട്, ആദ്ര മിസ് ഉണ്ട്, അതേപോലെ വിഷ്ണു സാർ ഉണ്ട്. പിന്നെ നമ്മൾ ഒരു വലിയൊരു ടീം ബാക്കിയുള്ള സബ്ജക്റ്റിനും ബാക്കി നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയുണ്ട്. സെറേന്റെ ആപ്പ് വഴിയാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാവുക. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സുകൾ ആദ്യം ഇപ്പോൾ സെൽ ബയോളജിന്റെ ക്ലാസ് തന്നു എന്നിരിക്കട്ടെ, അതൊരു സ്പെസിഫിക് ടൈമിൽ നിങ്ങൾ കണ്ടു തീർക്കണം. നിങ്ങൾക്ക് ഒരു മാസം സെൽ ബയോളജിയും അതേപോലെ പ്ലാന്റ് ബയോളജിയാണ് ആദ്യം കാണാനുണ്ടാവുക, അല്ലെങ്കിൽ സെൽ ബയോളജി മോളിക്കുലർ ബയോളജിയാണ്, അങ്ങനെ ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് സാറ് കാണിച്ചു തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ലെസൺ പ്ലാൻ അനുസരിച്ച് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ടോപ്പിക്ക് തീരുമ്പോഴത്തേക്ക് അതിന്റെ അസൈൻമെന്റ് വരും, അസൈൻമെന്റിന്റെ ലൈവ് ഡിസ്കഷൻ വരും, അത് കഴിഞ്ഞ് അതിന്റെ എക്സാം വരും. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾ ഒരു ചാപ്റ്റർ തീർത്തു വിടുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ബാച്ച് ആയിട്ട് ഇതിനെ മാറ്റി നിങ്ങൾ ആകെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സീറ്റുകളിലേക്ക് മുക്കാൽ സീറ്റിലേക്കും നമ്മളെ ആൾക്കാർ മുഴുവൻ കയറണമെന്നാണ് നമ്മളെ സ്റ്റുഡൻസ്. ഫുൾ സീറ്റ് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല, ബാക്കി കുറച്ച് സീറ്റ് ആരെങ്കിലും പോയി കയറിക്കോട്ടെ എന്നുള്ളതുകൊണ്ട്. അങ്ങനെ അത്യാഗ്രഹം പാടില്ലല്ലോ. അപ്പൊ എല്ലാ സീറ്റിലേക്കും കിട്ടട്ടെ എന്നാണ് ആഗ്രഹം. മുക്കാൽ സീറ്റ് മതി തൽക്കാലം, അതിലേക്ക് നിങ്ങൾ കയറട്ടെ. അപ്പൊ പരമാവധി നല്ല രീതിയിൽ ഉഷാറായിട്ട് പഠിക്കുക. ഇനി നമ്മൾ ഈ വരുന്ന ആഴ്ചയിൽ തന്നെ നമ്മൾ ഇനി ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്റെ കംപ്ലീറ്റ് ഡിസ്കഷൻ നടത്താൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് പങ്കെടുക്കണം. സെറയിലെ ബാച്ചിനെ പറ്റിയും മറ്റു വിവരങ്ങളും എന്നുള്ള രീതിയിൽ പറയാനുള്ളത്, നമ്മുടെ ഈ വർഷത്തെ 1 വർഷം നീണ്ടു നിൽക്കുന്ന ബാച്ചാണ്. ഈ എല്ലാ പരീക്ഷകൾക്കും ഇൻക്ലൂഡ് ചെയ്യുന്ന കോച്ചിങ് ആണ്. അതിൽ എന്തൊക്കെ ചോദിക്കും അതൊക്കെ നിങ്ങളെ പഠിപ്പിക്കും. അപ്പൊ നിങ്ങൾക്ക് വരുന്ന കോച്ചിങ് ഫീസ് എന്ന് പറയുന്നത് 8500 രൂപയാണ്. അത് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നിങ്ങൾക്ക് അടക്കാം. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് 8788630250 എന്ന നമ്പറിലേക്കോ അല്ലെങ്കിൽ ഇപ്പൊ ആ ഗ്രൂപ്പിലുള്ള അഡ്മിന്മാരിൽ ആർക്കെങ്കിലും ഒരാൾക്കോ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ്. അപ്പൊ നിങ്ങൾ ഏകദേശം നിങ്ങൾ വിചാരിക്കേണ്ട, നിങ്ങളൊരു ഇട്ടാവട്ടത്ത് പഠിക്കുന്ന ആൾക്കാർ രക്ഷപ്പെടണം. അങ്ങനെ രക്ഷപ്പെട്ടിട്ടുള്ള കുറച്ച് ആൾക്കാരെ കൂട്ടത്തിൽ നിന്നാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാനായാലും, ഞാൻ ബേസിക്കലി ഒരു കെമിസ്ട്രിക്കാരനാണ്. ഞാൻ ഐസർ പുനെ കണ്ടിട്ടുണ്ട്, ഇപ്പൊ അജയ് സാർ ഐസർ ഭോപ്പാൽ കണ്ടിട്ടുണ്ട്. നമ്മൾ രണ്ടുപേരും സീനിയർ ജൂനിയർ ബന്ധത്തിലുള്ള ആൾക്കാരാണ്. നമ്മൾ രണ്ടുപേരും പയ്യന്നൂർ കോളേജിൽ, ആ പയ്യന്നൂർ ടൗണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് കളിച്ചിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ നമുക്കറിയില്ല പുറം ലോകത്ത് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. ഇപ്പൊ അജയ് സാർ നാട് കണ്ടിട്ട്, ഇപ്പൊ ഐസർ ഭോപ്പാലിൽ പോയിട്ട് ഏകദേശം 6 മാസം ആവുന്നു. നാട് കണ്ടിട്ട് ഇപ്പൊ എത്രയോ കാലങ്ങളായി. അദ്ദേഹം അവിടെ ചെയ്യുന്നത് എന്താണ് എന്നുള്ളത് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ സാറിനും മാത്രമാണ് അറിയുന്നത്. അത്രയും ഡീപ്പ് റിസർച്ച് വർക്ക് തന്നെയാണ് അദ്ദേഹം അവിടെ കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് എനിക്ക് നന്നായി അറിയാം. എങ്കിലും ഇത്രയും ടൈറ്റ് ഒരു സമയത്തിന്റെ ഇടക്ക് പോലും ഞായറാഴ്ച അടക്കം ലാബിൽ പോയി അദ്ദേഹം കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയാം. അതിന്റെ ഇടയിൽ നമ്മളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനും നമ്മളോട് വർത്താനം പറയാനും ഇവിടെ എത്തിയിട്ടുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി അടുത്ത ആഴ്ച നമ്മൾ ഈ കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ആണ്. അജയ് സാർ അതിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതിന് നമ്മൾ കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യും. എന്താണ് സെൽ ബയോളജി എന്ന് ചോദിച്ചിട്ടുള്ളത്, എന്താണ് മോളിക്കുലർ ബയോളജി എന്ന് ചോദിച്ചിട്ടുള്ളത് എന്ന് തുടങ്ങി നമ്മൾ അതിനെ കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ ഒരു സെഷനിൽ നിങ്ങൾ 25 പേര് ഇപ്പൊ പങ്കെടുത്തിട്ടുണ്ട്. ഇത് പോരാ, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടെ പറയണം. ഈ സെഷൻ എല്ലാവർക്കും നല്ലതായിരുന്നു എന്ന് ഞാൻ കരുതുന്നു, അല്ലെ? നിങ്ങളൊരു അഭിപ്രായം ഒന്ന് കമന്റ് ബോക്സിൽ പറയേ. അജയ് സാറും കൂടെ ഒന്ന് അത് കണ്ട് സന്തോഷിക്കട്ടെ. ഹരി സാറ് 2 കുട്ടികളുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യം എന്താണ്? ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അമേഘയാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ആ കുട്ടി ഇപ്പൊ 4th ഇയറിലാണ്, സോറി 4th സെമ്മിലാണ്. അപ്പൊ അടുത്ത സെമ്മില് നമുക്കറിയാം എക്സ്പെക്ടഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 5th സെമ്മിൽ 6th സെമ്മിലൊക്കെ നമുക്ക് റെക്കോർഡ് കുറേ വരക്കാറുണ്ട്. പിന്നെ എക്സാമുകൾ വരും. അപ്പൊ അതിന്റെ ഇടയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നാണ് അമേഘ ചോദിക്കുന്നത്. സോ അമേഘ, ഞാൻ സ്റ്റാർട്ട് ചെയ്യാം, ഹരി സാറ് ബാക്കി പറയും. സോ നമുക്കറിയാം എന്താ ഈ പറയുന്ന ഈ റെക്കോർഡ് വരക്കാൻ ബോട്ടണിയാണോ സുവോളജിയാണോ എനിക്ക് അറിയില്ല. സോ ബോട്ടണി ആയാലും സുവോളജി ആയി കഴിഞ്ഞാലും ഒരുപാട് റെക്കോർഡ് എന്തിനാ വരക്കുന്നതെന്ന് ഇത് വരക്കാൻ തരുന്നവർക്കും അറിയില്ല, ഇത് വരക്കുന്നത് നമുക്കും അറിയില്ല.
അങ്ങനത്തെ ഒരു സമ്പ്രദായമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോ നടന്നു പോണത്. ഓക്കെ. സോ അത്രയും ബുദ്ധിമുട്ടുണ്ട് റെക്കോർഡ് വരയ്ക്കാനുള്ള കാര്യം നമുക്കറിയാം. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ദിവസം 1 മണിക്കൂർ 1.5 മണിക്കൂർ നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് എന്താ പറയാ, ഈ പറയുന്ന പോർഷൻസ് ഒക്കെ നമുക്ക് എളുപ്പത്തിൽ കവർ ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലാണ്ട് ഇത് എന്താ പറയാ, നമ്മൾ ഒരു മാസം കൊണ്ട് പഠിക്കുന്നതും 1 കൊല്ലം കൊണ്ട് റിലാക്സ് ചെയ്ത് പഠിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ ക്രാഷ് കോഴ്സ് ആണെങ്കിൽ ഓക്കെ, അമേരിക്കയുടെ എല്ലാ ഒരു ദിവസത്തെ ഒരു പകുതി സമയം, ഒരു 8 മണിക്കൂറെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറയും. ബട്ട് ഇതൊരു ലോങ് ടേം കോഴ്സ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഫ്ലെക്സിബിലിറ്റിയും കൂടി ഈ ഒരു കോഴ്സിന് ഉണ്ടാവും. എപ്പോഴാണോ ഫ്രീ ആയി കിട്ടുന്നത് ആ സമയത്ത് ക്ലാസ് കാണാൻ വേണ്ടി പറ്റും. കാരണം ഒരു മാസത്തിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാനേജ് ചെയ്താൽ മതിയാവും. ഹരി സാറ് ബാക്കി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ആ ക്വസ്റ്റ്യനെ ഞാൻ പറയുന്നറിയാം. പറയാം ഞാൻ പറയാം ആക്ച്വലി നിങ്ങൾ ഇത് പഠിക്കുന്ന സമയത്ത് നമ്മൾ ആരംഭശൂരത്വം കുറെ പേർക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. തുടങ്ങുന്ന സമയത്ത് ഉഷാറായിട്ട് തുടങ്ങും. പിന്നെ നമ്മൾ ഈ കോളേജിന്റെ ചുറ്റുപാടിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിന്റെ ഏകദേശം ഒരു 8 മണിക്കൂർ, 1/3 ഓഫ് ദ പോർഷൻ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന കോളേജിലാണ്. രാവിലെ നിങ്ങൾ കോളേജിൽ 9 മണിക്ക് ക്ലാസ് തുടങ്ങി വൈകുന്നേരം ഒരു 3-4 മണി വരെ ക്ലാസ് ഉണ്ടെങ്കിൽ ഏകദേശം അതിന്റെ ഇടയിൽ വളരെ കുറച്ച് അവേഴ്സ് മാത്രമേ ക്ലാസ് ഉള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. നിങ്ങളിനി 4, 5, 6, 1 മുതൽ 6 വരെ സെമിസ്റ്ററുകളിൽ ഒന്നാമത്തെ സെമ്മിൽ ഒഴികെ ഒന്നാമത്തെ സെമ്മിൽ ഒഴികെ രണ്ടാമത്തെ സെമ്മ് തൊട്ട് 6-ാമത്തെ സെമ്മ് വരെ കൃത്യമായിട്ട് ക്ലാസ്സിൽ കയറാത്ത കൃത്യമായി ക്ലാസ്സിൽ കയറാത്ത കൃത്യമായിട്ട് അറ്റൻഡൻസ് ഇല്ലാത്ത 2 പേരാണ് ഞങ്ങൾ 2 പേര്. ഓക്കെ. എന്നിട്ട് കൂടെ ഞങ്ങൾ ഇത് കൃത്യമായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ട്. ഈ എക്സാമുകൾ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മാനേജ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നിങ്ങൾ മനസ്സിലാക്കുക, വളരെ കൂളായിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകാൻ വേണ്ടി പറ്റുന്ന പരിപാടികൾ മാത്രമേ ഉള്ളൂ ഇത്. പ്രത്യേകിച്ച് നിങ്ങളുടെ സെമസ്റ്റർ സമ്പ്രദായത്തിൽ കുറച്ച് ടോപ്പിക്കുകൾ പഠിച്ചാൽ തന്നെ പരീക്ഷ പോയിട്ട് എഴുതാം. എങ്ങനെയെങ്കിലും നമുക്ക് പാസ്സാവാൻ വേണ്ടി പറ്റും. പാസ്സാവൽ എന്ന ഉദ്ദേശം നല്ല മാർക്ക് വാങ്ങുന്നവരാണെങ്കിൽ നിങ്ങളെ പെർഫോമൻസ് കുറയാൻ വേണ്ടി പോകുന്നില്ല, ഉറപ്പാ. നിങ്ങളൊരു മീഡിയം റേഞ്ചിൽ മാർക്ക് വാങ്ങി കിടക്കുന്നവരാണെങ്കിൽ അതേ റേഞ്ച് തന്നെ നിങ്ങൾ അവസാനം ആകുമ്പോഴത്തേക്കും കീപ്പ് ചെയ്യും എന്നുള്ള കാര്യം ഷുവറാണ്. പക്ഷെ അറ്റ് ദ എൻഡ് March 31 കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ടാഗ് ഊരി അവിടെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം? നിങ്ങളുടെ കയ്യിൽ IIT ജാമിന്റെ റിസൾട്ടിൽ ഒരു IIT അല്ലെങ്കിൽ NIT ഷുവർ ആയിരിക്കും, അല്ലെങ്കിൽ IISc ഇന്റർവ്യൂവിന്റെ കോൾ ലെറ്റർ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകും. അതാണ് നമ്മളെ ലക്ഷ്യം. ഓക്കെ. അതായത് നിങ്ങളെ March 31 സെം എക്സാം എഴുതുന്നത് നിങ്ങൾ ഹാപ്പി ആയിട്ടായിരിക്കണം. 2026 2025 മുഴുവൻ നിങ്ങളെ കയ്യിലുണ്ട്. 2026 ആദ്യത്തെ ജനുവരി മാസം കൂടെ നിങ്ങളെ കയ്യിലുണ്ട്. കറക്റ്റ് പ്ലാനാണ്. പഠിച്ച കിട്ടാത്തതായിട്ടില്ല. ഇന്നേ വരെ കഴിഞ്ഞ തവണയാണ് ഏറ്റവും വേസ്റ്റ് പരീക്ഷ ഉണ്ടായിരുന്നത്. വേസ്റ്റ് പരീക്ഷ ഇൻ ദ സെൻസ് എളുപ്പം പരീക്ഷ. എളുപ്പം പരീക്ഷകളെ നമ്മൾ വേസ്റ്റ് പരീക്ഷകളെന്നും ടഫ് പരീക്ഷകളെ നമ്മൾ നല്ല പരീക്ഷകൾ എന്ന് വേണം അഡ്രസ് ചെയ്യാൻ. കാരണം കട്ട് ഓഫ് എത്ര കണ്ട് കുറയുന്നു അത്ര കണ്ട് നല്ലതാണ്. നമ്മളെ പെർഫോമൻസ് നമുക്കിപ്പോ ഒരു 45 റേഞ്ച് കിട്ടിയാൽ നല്ല മാർക്കാണ് എന്നാണ് കഴിഞ്ഞ തവണ വരെ വിചാരിച്ചത്. പക്ഷെ കഴിഞ്ഞ തവണ 45 മാർക്ക് പോരായിരുന്നു, കട്ട് ഓഫ് വളരെ കൂടുതലായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു 60 എങ്കിലും എയിം ചെയ്യണം. അത് കിട്ടാത്ത ഒരാൾക്കും കിട്ടാതിരിക്കില്ല. വളരെ എളുപ്പമാണ്. നമ്മുടെ കീർത്തി, ചൈതന്യ, അതേപോലെ നന്ദന സുഗതൻ, ഇപ്പൊ റീസെന്റ് ആയിട്ട് CSIR കിട്ടിയ നന്ദന സുഗതൻ, അപ്പൊ ഇവരൊക്കെ 2 മാസത്തെ ക്രാഷ് ബാച്ചിൽ ഇരുന്നിട്ട് CUT PGക്ക് 250 മുകളിൽ മാർക്ക് വാങ്ങിയിട്ടുണ്ട്. 400-ൽ 250 മുകളിൽ മാർക്ക് വാങ്ങിയിട്ടുണ്ട്. ഓൾ ഇന്ത്യ റാങ്കിൽ അവർ 10 ബിലോ ആയിട്ട് വരുന്ന ആൾക്കാരായിരുന്നു ആ വർഷം NTA കൃത്യമായിട്ട് അത് റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മുൻവിധികളോ മുൻധാരണകളോ പാടില്ല. മുൻവിധികളോ മുൻധാരണകളോ പാടില്ല. കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടി റെഡി ആണെങ്കിൽ നമ്മൾ കൂടെ വെക്കും. രാവ് പകലാക്കി നമ്മൾ കൂടെ. നിങ്ങൾ ഇത് ഓൺലൈൻ അല്ലേ, എന്നെ കൃത്യമായിട്ട് പരിഗണിക്കും എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. ഒരു ഫ്ലോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഫ്ലോ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ വിടാതെ പിന്തുടരും. വിടാതെ പിന്തുടരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് കാണുന്നില്ലെങ്കിൽ ആദ്യം നിരവണ്ണം നിങ്ങളെ വിളിക്കും. നിങ്ങളെ വിളിച്ചിട്ട് എന്തേ ക്ലാസ് കാണാത്തത്, നിങ്ങൾ ഒഴിവ് കഴിവ് പറയും ആദ്യം ഉറപ്പായിട്ടും. പിന്നെ വീണ്ടും നിങ്ങളെ വിളിക്കും ക്ലാസ് കാണുന്നില്ലെങ്കിൽ അടുത്ത ആഴ്ച. അങ്ങനെ ഒരു 3 പ്രാവശ്യം നിങ്ങളെ വിളിച്ചു നോക്കും. 4-ാമത്തെ പ്രാവശ്യം ചിലപ്പോൾ നിങ്ങൾ നേരിട്ട് വന്നിട്ടായിരിക്കും കാണാം. അങ്ങനെയാണ് ഈ വർഷത്തെ പ്രധാനപ്പെട്ട ഡീലിംഗ്. കാരണം ഈ വർഷം ഈ ക്ലാസ്സിനെ മൊത്തമായിട്ട് ആദ്യം തൊട്ട് ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഞാനാണ്. എന്റെ ഡീലിംഗ് മോശമാക്കിയാൽ അതിന്റെ ഭവിഷ്യത്ത് നിങ്ങൾ തന്നെയായിരിക്കും അനുഭവിക്കേണ്ടി വരും. ഓക്കെ. അത് പേടിപ്പെടുത്തുന്നതല്ല, ഭീഷണിയല്ല. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ പഠിക്കണം, നിങ്ങൾ ഉയരങ്ങളിൽ എത്തണം എന്നത് മാത്രമാണ് നമ്മളെ അഭിലാഷം, ആഗ്രഹം എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാതായിട്ട് ഒന്നുമില്ല. ഇതിന്റെ ഒരു മുൻവർഷത്തെ നമ്മൾ ഈ ആഴ്ച അത് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. മുൻവർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് അതിന്റെ ഒരു ബേസ് കാണിച്ചു തരും. കൃത്യമായിട്ട് എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുന്നത് എന്നുള്ളൊരു ബേസ് ഫുൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഇത് കാണിച്ചു തരും. പരമാവധി നമ്മുടെ പ്രധാനപ്പെട്ട ടീച്ചേഴ്സ് എല്ലാം അതിൽ പങ്കെടുക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എല്ലാവരുടെയും സമയം ഒത്തുവരുന്ന ഒരു നിമിഷം ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമ്മളത് സെറ്റ് ചെയ്യുന്നുണ്ട്.
ഇന്നത്തെ ഈ സെഷൻ കൊണ്ട് എല്ലാവർക്കും ഉപകാരം ഉണ്ടായി എന്ന് കരുതുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഏത് നട്ടപ്പാതിരക്ക് ഉണ്ടെങ്കിലും അതിന് എന്തുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, നിങ്ങളുടെ മാനസിക പ്രശ്നം, ശാരീരിക പ്രശ്നങ്ങൾ, അങ്ങനെ എന്ത് പ്രയാസങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിലും, നിങ്ങൾക്ക് ഇത് പഠിക്കാനാവുന്നില്ല, ഞാനിത് ഇട്ടിട്ട് പോയാലോ, എനിക്ക് വീട്ടുകാർക്കും മടുപ്പെന്നോട്, നാട്ടുകാർക്കും വെറുപ്പെന്നോട്, ഞാനിത് നിർത്തി എങ്ങോട്ടേക്കെങ്കിലും നാട് വിട്ടാലോ എന്നല്ല ആലോചിച്ച് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കാം. നെക്സ്റ്റ് ബാച്ച് ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഫെബ്രുവരി 3-ാം തീയതി തൊട്ട് ഓണാണ്. പക്ഷെ അതിലേക്ക് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അതിൽ എപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്യാവുന്നതാണ്. പക്ഷെ അതിന്റെ ഷെഡ്യൂൾ വൈസ് ക്ലാസ്സുകൾ നിങ്ങൾ കയറുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് 1-2 ക്ലാസ്സുകൾ മാത്രമേ കാണാൻ വേണ്ടി പറ്റൂ. അതിന്റെ ഷെഡ്യൂൾ വൈസ് ക്ലാസ്സുകൾ നെക്സ്റ്റ് മൺഡേയോടുകൂടെ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്, ആപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. പ്ലേ സ്റ്റോറിൽ ആപ്പ് ഉണ്ട്. യൂട്യൂബിൽ ടീം സെറ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സെറാന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സെറേന്റെ ചാനൽ കിട്ടും. അതിലുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഒരു റെഫറൻസ് ക്ലാസ്സുകളായിട്ട് വെക്കാം, അല്ലെങ്കിൽ ട്രയൽ ക്ലാസ്സുകൾ എന്നുള്ള രീതിയിൽ ഞാൻ ഗ്രൂപ്പിലും പോസ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വെബിനാർ മിസ് ചെയ്തിട്ടുള്ള നിങ്ങളെ ഫ്രണ്ട്സിനോടൊക്കെ ഒരു മിനിറ്റ് നിങ്ങൾ സാർ, ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ആ അതിന്റെ കൂടെ ആൻസർ കുസാറ്റ് കാറ്റ് എക്സാമിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അതിൽ ഞാൻ പറയുന്നതിനെക്കാട്ടും നല്ലത് ഹരി സാറ് പറയുന്നതാണ്. കുസാറ്റിലാണ് ഹരി സാറ് MSc ചെയ്തിട്ടുള്ളത്. സോ ആ ക്വസ്റ്റ്യൻ ഹരി സാർ തന്നെ ആൻസർ പറഞ്ഞു. ഞാൻ എഴുതിയിട്ടുള്ളതിൽ വെച്ച് റെസ്ലീനെയാണ് ചോദിച്ചത്. ഓക്കെ, റെസ്ലീന, ഞാൻ എഴുതിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും എളുപ്പം പരീക്ഷ കുസാറ്റ് ആയിരുന്നു. കുസാറ്റ് എളുപ്പം പരീക്ഷ ഇൻ ദ സെൻസ് ഇത് റാപ്പിഡ് ഫയർ ആണ്. അതായത് തോക്കെടുക്കുക, വെടിവെക്കുക. അതായത് ചോദ്യം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഉത്തരം വീണിരിക്കണം. അവിടെ വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ക്വിക്കായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റണം. 150 ചോദ്യങ്ങൾ ഉണ്ടാവും നമ്മളെ മുന്നിൽ. 150 ചോദ്യങ്ങൾ വെടിവെച്ചിടാൻ വേണ്ടി കെൽപ്പുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കുസാറ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റൂ. പട്ട ആൻസർ ചെയ്യണം. ലൈഫ് സയൻസ് കാറ്റഗറിക്കാർക്കാണെങ്കിൽ ഇഷ്ടം പോലെ അവസരമാണ് കുസാറ്റിൽ. കുസാറ്റിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ബയോടെക്നോളജി, മറൈൻ ബയോളജി, അതേപോലെ ഫിഷറീസ്, പിന്നെ ജെനറ്റിക്സ്, ബയോ എത്തിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് കുസാറ്റിലുണ്ട്. അതേപോലെ എക്സ്പോഷർ കിട്ടാൻ ബെസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ബയോടെക്നോളജി ആണ്. ബയോടെക്നോളജിയിലൊക്കെ ഫേമസ് സാറുണ്ട്, ബേബി ചക്രവാണി സർ. അജയ് സർ, ബേബി ചക്രവാണി സാറിനെ പറ്റി കേട്ടിട്ടുണ്ടല്ലേ? ബയോടെക് ഡിപ്പാർട്ട്മെന്റ് വൺ ഓഫ് ദ ടോപ്പ് പ്രൊഫസറാണ്. അപ്പൊ അവിടേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സ്പോഷർ വേറെ റേഞ്ചിലായിരിക്കും. എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് കിടക്കുകയാണ്. ഞാൻ കുസാറ്റിൽ 2 വർഷം പഠിച്ചിട്ടും എനിക്ക് പല പ്രോസസ്സിനെ നേരിട്ട് മീറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ല. കാരണം ഒരാളെ മീറ്റ് ചെയ്ത് സംസാരിച്ച് തീരുന്ന അങ്ങനെ 2 വർഷം അവിടെ തീർന്നു പോയി വളരെ പെട്ടെന്ന് തന്നെ. കുസാറ്റ് ആക്ച്വലി നമ്മളെ കരിയർ മാറ്റുന്ന ഒരു പോയിന്റിലാണ് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുക. കരിയർ കൃത്യമായി എങ്ങോട്ടേക്ക് പോകണമെന്ന് കുസാറ്റ് നമുക്ക് കൃത്യമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ബേസിലാണ് സെറ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ നിങ്ങളോട് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, അവസരങ്ങൾ ഒരുപാടുണ്ട് നമ്മളെ ചുറ്റിലും. അതിനുവേണ്ടി കനപ്പെട്ട് പണിയെടുക്കുക. അജയ് സാറിനെ പോലെ, എന്നെ പോലെ നമ്മളെ ഒരുപാട് പേരുടെ കൂട്ടുണ്ട്. അതായത് നമ്മളെ സമൂഹത്തിൽ നിങ്ങളെപ്പോലെ തന്നെ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വന്ന് വളരെ പ്രയാസപ്പെട്ട് ജീവിച്ച് വളരെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഒരു പൊസിഷൻ എത്തിപ്പെടാൻ വേണ്ടി ഒറ്റക്ക് കഷ്ടപ്പെട്ടിട്ട് വന്നവരാണ്. നമ്മളെ ഒറ്റക്ക് വഴിവെട്ടി വന്നിട്ടുള്ള ആൾക്കാരാണ് ഇവരൊക്കെ, നമ്മളെ കൂടിയുള്ള എല്ലാവരും. അപ്പൊ അവര് പറഞ്ഞു തരുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ നിങ്ങൾ പ്രാവർത്തികമായി വർക്കൗട്ട് ചെയ്താൽ, പഠിച്ചാൽ ഷുവർ നിങ്ങൾ കൃത്യമായിട്ട് ഒരു പൊസിഷനിൽ എത്തുമെന്നുള്ളതിൽ ഒരു തർക്കമില്ല. നമ്മൾ മേലെ ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനൊക്കെ അജയ് സർ വളരെയധികം നന്ദി. ഈ ഒരു 1.5 മണിക്കൂർ, വളരെ വിലപ്പെട്ട 1.5 മണിക്കൂർ നമ്മളോട് ചെലവഴിച്ചതിൽ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു സെഷൻ വളരെ ഉപകാരപ്രദമായി കാണുന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മളെ ഇനി വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി. കൃത്യമായിട്ട് നിങ്ങൾക്ക് റെസ്പോൺസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും സെറേന്റെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യാലോ.